ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ദേവ ഹരേ ദേവ 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 മഹേശ്വര ഹരേ സാ ഹരേ സാ സർവമംഗളമംഗളി ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ജയവായനമോസ്തുതേ ജയവായനേ നമോസ്തുതേ. ഓം കർജം വാക് കായജം ഭജം വാക് സർവൈവജം വാമസ്വസ്വപരാധം വിഹിതമോഹിതം വാ സർവമേതം ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ഹരി ഹരി കരുണാബ്ദേ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ഓംകാരേണ വാച മനസ്സേവ ബുദ്ധ്യാത്മനാമ പ്രകൃതിസ്വഭാവ കരോമി തത്സവം തസ്മൈ ഹരിനാരായണായ ഇതി സമർപ്പയാമി ശ്രീ സദാശിവായ ഇതി സമർപ്പയാമി സർവജഗദംബികായ ഇതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ആധ്യാത്മിക പ്രഭാഷണം ആരംഭിക്കുകയാണ്. പ്രഭാഷണം നടത്തുന്നതിനായി സുദർശന രഘുനാഥിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ ശ്രീ ശങ്കരനാരായണായ നമ. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു സപ്താഹവേദിയിൽ വന്നിരുന്ന് ഭഗവാന്റെ കഥകൾ പറയാനായിട്ടുള്ള അത്യധികം സുഹൃതമായിട്ടുള്ള ഒരു കാര്യം. അത് ഭഗവാൻ ശരിക്കും ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇത് ഏൽപ്പിച്ചത്. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ സമയത്ത് ഇവിടുത്തെ ഭാഗവത ആചാര്യനായിട്ടുള്ള ശ്രീ മണികണ്ഠവാര്യർ ഗുരുവായൂർ ദ്വാദശിയുടെ അന്ന് രാവിലെ ഗുരുവായൂർ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രഭാഷണം ചെയ്യാമോ എന്ന്. സത്യം പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞു. പ്രഭാഷണം ചെയ്യാനുള്ള വൈഭവം ഉണ്ടായിട്ടൊന്നുമല്ല ശരി എന്ന് പറഞ്ഞത്. കൃഷ്ണ കഥകളെ പറയാൻ ഒരുപാട് ഇഷ്ടമാണ്. അത് പറയാറുണ്ട് പല വേദികളിലും. അതിലപ്പുറം ഭാഗവതത്തിലെ കഥകൾ പറയാം. അപ്പോൾ സപ്താഹ വേദികളിലും ഇതിനു മുമ്പ് പറയേണ്ടായിട്ടുണ്ട്. അതൊക്കെ കൃഷ്ണ കഥകൾ തന്നെയാണ്. ഇങ്ങനെ ഒന്നാം ദിവസം വന്ന് ഭഗവാന്റെ കഥകൾ പറയാനൊരു നിയോഗം ഗുരുവായൂരപ്പൻ തന്നതാണ്. അപ്പം അത് അദ്ദേഹത്തിലൂടെ ഭഗവാൻ എന്നോട് ചോദിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
ശരിക്കും ഇപ്പോൾ ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഡേറ്റൊക്കെ തീരുമാനിച്ച സമയത്താണ് ഇങ്ങനൊരു ചോദ്യം. അതും ഞാൻ വിചാരിക്കണ ഗുരുവായൂരപ്പൻ്റെ ഒരു പരീക്ഷണമാണ്. ഏതാ വലുത്, ശരീരത്തിനോടുള്ളൊരു ഇഷ്ടമാണോ ഭഗവാനോടുള്ളൊരു ഇഷ്ടമാണോ? കാരണം കഥ പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതാണോ, ഏതിനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഭഗവാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാവാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാവാം എന്നാൽ ചികിത്സയൊക്കെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടാണ് ഞാനിപ്പോൾ. എൻ്റെ പേര് സുദർശന എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടകരയ്ക്കടുത്ത് പന്തല്ലൂരാണ് താമസം. അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ഭഗവാൻ ശങ്കരനാരായണ സ്വാമി തന്നെയാണെന്ന് എനിക്കിവിടെ എത്തിയപ്പോൾ ശരിക്കും ബോധ്യമായി. കാരണം ഗുരുവായൂരപ്പൻ്റെ നിയോഗമാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ആ ഒരു ഭാവം, ആ അഹങ്കാരത്തെ, ദക്ഷൻ്റെ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു ഭാഗമാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ശങ്കരനാരായണ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക തന്നെയാണ്. അഹങ്കാരം ഉണ്ടായാൽ പിന്നെ ആ ഭഗവാനെ നമുക്ക് അറിയാനും അനുഭവിക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ അഹങ്കാരം ഇല്ലാണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല മഹാദേവൻ വേറെ, ഭഗവാൻ നാരായണൻ വേറെ എന്നുള്ളൊരു ഭാവം ഇല്ലാണ്ട് രണ്ടും ഒന്നായിട്ട് വിളങ്ങി നിൽക്കണ ശങ്കരനാരായണ ഭാവം, അത് തന്നെയാണ് വരുമ്പോൾ കേൾക്കാനായിട്ട് സാധിച്ചത്. ആ ഒരു ഭാഗം പാരായണം ചെയ്ത് കേൾക്കാൻ സാധിച്ചു. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ അറിയാണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള ചാപല്യം കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആ അഹം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അഹത്തിനെ ഇല്ലാണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരിക ഉണ്ണിക്കണ്ണനെ തന്നെയാണ്. നഞ്ഞാളും കാളിയൻ തൻ തലയിലും അതുപോലെ കുറൂരമ്മയാകും കുഞ്ഞാത്തോൽ പാലുകാച്ചും കരിയുടയ കലം തന്നിലും തുള്ളിയോനെ ഇഞ്ഞാനെന്നുള്ള ഭാവക്കറയധികതരം കൊണ്ടു മാലാണ്ടുപോമെൻ നെഞ്ഞാം രംഗത്ത് തങ്കത്തളകളിളക്കി നീ നിത്യവും നൃത്തമാടൂ. ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ ഭാഗവത സപ്താഹ പ്രഭാഷണം എന്നൊന്നും വിലയിരുത്തരുത്. അറിയുന്നത് ഭഗവാൻ എങ്ങനെയാണോ പറയിപ്പിക്കണത് അതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് അനുസ്മരിക്കാം. ഭാഗവതം എന്ന് പറയുമ്പോൾ തന്നെ ഭാഗവതം എന്തിനുള്ളതാണ്? ആ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഭഗവാന്റെ ആ പ്രത്യക്ഷമായിട്ടുള്ള സ്വരൂപം തന്നെയാണ് ഭാഗവതം. ആ ഭാഗവതത്തെ പറ്റിയിട്ട് എത്ര കേട്ടാലും ആ കേൾക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഭാഗവത. ഇപ്പം ഇവിടെ എല്ലാ ദിക്കിലും ധാരാളം ഭാഗവത സപ്താഹങ്ങൾ നമ്മൾ കേൾക്കാം. എത്രയെത്ര ഗ്രന്ഥങ്ങൾ, എത്രയെത്ര പുരാണങ്ങളുണ്ട്, എത്രയെത്ര ഗ്രന്ഥങ്ങളുണ്ട്. കൂടുതലും ആ ശ്രീമദ് ഭാഗവത സപ്താഹം തന്നെയാണ് എല്ലാ ദിക്കിലും. അത്യാവശ്യം ചിലയിടങ്ങളിൽ ദേവി ഭാഗവതം നടക്കുന്നുണ്ടാവും, രാമായണം സപ്താഹമായിട്ടൊക്കെ നടക്കുന്നുണ്ടാവുന്നുണ്ടെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും കൂടുതലായിട്ട് ഏതൊരു ക്ഷേത്രത്തിലായാലും കൂടുതലായിട്ട് കേൾക്കുന്നത് ശ്രീമദ് ഭാഗവതം തന്നെയാണ്. കാരണം അതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ്. ആ ഭഗവാൻ ഈ കലികാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആടിയ ലീലകൾ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ആ ലീലകളിലൂടെ, ആ നാട്യത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഭഗവാന്റെ ലീലകൾ ഒക്കെ ഭഗവാന്റെ ഇതൊക്കെ ലീലകളായിട്ട് പറഞ്ഞ് കഥകളിലൂടെ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യണത്. ഓരോരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ചിട്ട് ഭഗവാൻ ഓരോരോ രൂപഭാവങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ പ്രകടമായിട്ട് അല്ലേ. ഇപ്പോൾ ഓരോ ഭാഗം എടുക്കുമ്പോഴും ഭഗവാൻ ഓരോ ഭാവത്തിൽ മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ട് നരസിംഹമായിട്ട് അങ്ങനെയുള്ള ആ ദശാവതാരം എടുത്തു പറയപ്പെട്ടതാണ്. ദശാവതാരം എടുത്ത് പറയുന്നുണ്ട്.
ആ രൂപങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ടെന്നല്ലാണ്ട് നമ്മുടെ അടുത്തും ഭഗവാൻ പല രൂപത്തിൽ വരുന്നുണ്ട്, നമ്മുടെ ഇച്ഛ അറിഞ്ഞിട്ട്. അങ്ങനെ തന്നെയാണ് ഒരു രൂപത്തിൽ ഇതപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താനും ഞാനും എപ്പോഴും ആ ഹൃദയത്തിൽ അച്ഛനായിട്ടും ഗുരുനാഥനായിട്ടും കളിക്കൂട്ടുകാരനായിട്ടും കൊച്ചുമോനായിട്ടൊക്കെ കൊണ്ടു നടക്കണ എൻ്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ് മണികണ്ഠ വാര്യരുടെ രൂപത്തിൽ വന്ന്. അപ്പം നമ്മുടെ അടുത്തേക്ക് അങ്ങനെയും ഭഗവാൻ വരും. ഈ കലികാലത്ത് ഏതൊക്കെ ഭാവത്തിൽ ഏതൊക്കെ രൂപത്തിൽ വരും എന്നറിയില്ല. അത് അങ്ങനെ തന്നെ വന്ന് അതാ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയേക്കണു. അപ്പോൾ ഒരേ കൃഷ്ണകഥകൾ പറയുമ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. പരീക്ഷത്തിൻ്റെ കഥകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടാണ്. പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറഞ്ഞാൽ അത്രയും ഉത്തമ ഭക്തനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളെയൊക്കെ സംരക്ഷിച്ചതും ആ ഭഗവാൻ തന്നെയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളെയൊക്കെ സംരക്ഷിച്ചതെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും അറിയാനും ഓർമ്മ വയ്ക്കാനും ഇല്ല. പക്ഷേ പരീക്ഷത്തിന് അത് സ്മരണയിൽ ഉണ്ടായെന്നുള്ളതാണ് പരീക്ഷത്തിൻ്റെ ഏറ്റവും ആ ഒരു ജീവൻ്റെ പുണ്യം എന്ന് പറയുന്നത്. ഉത്തരയുടെ ഗർഭത്തിൽ വെച്ചിട്ട് മരിച്ചു പോകുന്ന അവസ്ഥ വന്നപ്പോൾ, അശ്വത്ഥാമാവിൻ്റെ അസ്ത്രമേറ്റിട്ട് മരിച്ചു പോകുന്ന ആ അവസ്ഥ വന്നപ്പോൾ ഭഗവാൻ ഒരു പെരുവിരലിൻ്റെ ആകൃതിയിൽ വന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞു കണ്ണൻ, ശംഖചക്ര ഗതാപത്മധാരിയായിട്ട് അല്ലേ, അതേ കണ്ണനെ തന്നെയാണ് ദേവകിയമ്മയും കണ്ടത്. തമത്ഭുതം ബാലകമം പൂജക്ഷണം ചതുർഭുജം ശംഖഗദാരിയായുധം, അതേ കണ്ണനെ തന്നെയാണ് കണ്ടത്. ആ ഗർഭപാത്രത്തിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തിൻ്റെ ദോഷങ്ങളെയൊക്കെ തീർത്ത് രക്ഷിച്ചു. അങ്ങനെയുള്ള ആ രാജാവ് അത്രയും ഭക്തനായിരുന്നു, നിഷ്ഠയോടുകൂടിയവരായിരുന്നു. ആ രാജാവിന് പോലും ഒരിക്കലും അത് രാജാവിന് പറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾക്ക് അദ്ദേഹത്തിനെ പോലെ നമ്മൾക്കൊക്കെയാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മളൊക്കെ താഴോട്ട് പോവുകയുള്ളൂ. കാരണം നമുക്ക് അത്ര ഉറച്ച ഭക്തിയൊന്നും ഇല്ലാത്ത കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ആ മഹത്വം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചെറിയ ഒരു പിഴവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നത് തന്നെ. കേവലം ഒരു അല്പം ജലം കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷീശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലണു. അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ്. എന്നാൽ ഈ ധ്യാനത്തിലിരിക്കുന്നതും ഋഷീശ്വരന്മാരെ പറ്റിയിട്ടൊന്നും അറിയാത്ത ആളായിരുന്നില്ല പരീക്ഷിത്ത് മഹാരാജാവ്. എന്നിട്ട് പോലും അല്പസമയത്തൊക്കെ ആ ശരീരത്തിനോടുള്ള ഒരു ബോധം വന്നു കഴിഞ്ഞപ്പോൾ, ജലത്തിനോടുള്ള അമിതമായ ആഗ്രഹം വന്നപ്പോൾ ആ ഭാവമൊക്കെ മറന്നു. അദ്ദേഹത്തിനോട് ജലം പലതവണ ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാണ്ടായപ്പോൾ തോന്നി, ഞാൻ മഹാരാജാവാണ്, എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല എന്ന് തോന്നി. അപ്പോൾ മരിച്ച പോലെ അവിടെ ഇരിക്കണ അല്ലേ എന്ന ഭാവത്തിൽ ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിടുക എന്നുള്ളൊരു അവസ്ഥ അങ്ങനെയാണ് വന്നത്. അതെന്തുകൊണ്ട്? കേവലം അല്പസമയം ഒന്ന് ഈശ്വരനെ മറന്നോന്ന് സംശയം, ശരീരബോധം വന്നോന്ന് സംശയം. അത് മറക്കാൻ എന്താ കാര്യം? നായാട്ടിന് പോവുക അല്ലേ? നായാട്ടിന് പോവാന്ന് വെച്ചാൽ അത് ഹിംസയുടെ ഒരു അവസ്ഥ തന്നെയാണ്. ആ അവസ്ഥയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള ഭാവത്തിലേക്ക് പോകുമ്പോൾ ഈശ്വരനിൽ നിന്ന് അകലണം. അപ്പോൾ ആ അവസ്ഥയിൽ ഈശ്വരനെ മറക്കണു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയേണ്ട അവിടെയല്ല. അത് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചാലും, പെട്ടെന്നുണ്ടായ ഒരു ഭാവം കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചാലും അതിനെ തുടർന്ന് അദ്ദേഹം പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപം എന്തു തന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറയണം. അപ്പോഴാണ് അറിയണത് 7 ദിവസം കൊണ്ട് സർപ്പദംശനമേറ്റ് മരിക്കും എന്നറിയണത്. അത് അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ട് തീർന്നു. ഇനി 7 ദിവസം എനിക്ക് ഭഗവാൻ എൻ്റെ മുമ്പിൽ തന്നില്ലേ, 7 ദിവസം
ഈ 7 ദിവസം കൊണ്ട് ഞാൻ ഈശ്വര കഥകളെ കേട്ട് ഈശ്വരനെ സ്മരിച്ച് ഭഗവാനിൽ മാത്രം മനസ്സ് ചേർത്ത് വെച്ച് നിൽക്കും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗംഗാനദിയുടെ തീരത്ത് ചെന്നിരിക്കുന്നത്. അതും ആഹാര നിഹാരാദികളൊക്കെ ഉപേക്ഷിച്ച് അല്പം ജലം വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത്ര വലിയ മഹാപാപം ചെയ്തു. അപ്പോൾ ആ ശരീരത്തിനെ ശ്രദ്ധിച്ചതുകൊണ്ട് ഇനി ആ ശരീരത്തിനെ പോഷിപ്പിക്കാൻ ഒന്നും നൽകണില്ല. അത് ആ ശരീരത്തിന് ഇനി ആകെ കൂടി നൽകണത് ഈശ്വര ചിന്തകൾ, ഈശ്വരനാമം, അത് മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തിൽ ദൃഢമായിട്ട് എല്ലാം വിട്ടിട്ടിരുന്നപ്പോൾ അവിടെ ഭഗവാൻ അപ്പോൾ വന്നു. എങ്ങനെയാ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ രൂപത്തിൽ വന്നു അല്ലേ. ബ്രഹ്മർഷിയുടെ രൂപം പറയുമ്പോഴും പറയും ഭഗവാനായിട്ട്, ശ്രീ ശുഖബ്രഹ്മർഷി ഭഗവാനായിട്ട് ഒരു വ്യത്യാസമില്ല. അത്രയും മയിൽപ്പീലി ചൂടിയിട്ടില്ല, ആടയാഭരണങ്ങൾ അണിഞ്ഞിട്ടില്ല. അതിനൊക്കെ മയിൽപ്പീലി ചൂടിയതും ആടയാഭരണങ്ങളൊക്കെ അണിയഞ്ഞതൊക്കെ മാറ്റിവെച്ചാൽ കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണൻ്റെ അതേ ഭാവം തന്നെ. അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി വന്നു. ഭഗവാന്റെ കഥകളെ കേൾക്കണം. എന്താണ് ഏറ്റവും ഒരു മനുഷ്യജന്മം കൊണ്ട് എന്താണ് വേണ്ടത്, എന്താണ് ഏറ്റവും കേൾക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറയുന്നതായിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ സൃഷ്ടി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായ സമയത്ത് ആദ്യം തന്നെ ഒരു രൂപത്തെ, വിരാട് രൂപത്തെ സ്വീകരിച്ചിട്ട് ഈ കാണുന്ന പ്രപഞ്ചം, ചരാചരങ്ങളൊക്കെ ആദ്യം അതാണ് സൃഷ്ടിയിൽ വന്നത്. എല്ലാ ലോകാലോകങ്ങളും മഹാലോകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതാണ് സൃഷ്ടിയിൽ വന്നത്. അതിന് ശേഷമാണ് സൃഷ്ടി ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ലീല തന്നെയാണിത്. ആ ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവൻ, ആ ബ്രഹ്മാവിൻ്റെ വരവ് ഒക്കെ ശരിക്കും അത്ഭുതമായിട്ട്, ഭാഗവതത്തിൽ അത്ഭുതമായിട്ടുള്ള ആ കാര്യങ്ങൾ ശ്രദ്ധയോട് കൊടുക്കുകയും വളരെയധികം നമുക്ക് അതിനുള്ളിലേക്ക് ശ്രദ്ധ വരുമ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വമൊക്കെ അറിയാം. ബ്രഹ്മാവ് ഉണ്ടാവുന്നത് സാക്ഷാൽ ഭഗവാൻ ചതുർബാഹുവായിട്ടുള്ള ആ ശ്രീമൻ നാരായണൻ്റെ നാഭീകമലത്തിൽ നിന്നാണ്. നമ്മൾ തിരുവനന്തപുരത്ത് പോണ സമയത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവരും തൊഴുതിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ചെന്നാൽ ഭഗവാന്റെ അത്യന്ത സുന്ദരമായിട്ടുള്ള ആ ഒരു ശയനവും അതിൽ നിന്ന് പുക്കൽക്കൊടിയിൽ നിന്ന് വന്ന ആ താമരപ്പൂരിയിരിക്കുന്ന ബ്രഹ്മാവിനെയൊക്കെ നമുക്ക് അവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. പക്ഷേ അതിനടുത്ത് മറ്റൊരു ക്ഷേത്രമുണ്ട്. അത് ആദികേശവ ക്ഷേത്രമാണ്. ആ സ്ഥലപ്പേര് തിരുവട്ടയാർ അങ്ങനെയാണെന്ന് തോന്നുന്നു ആ സ്ഥലപ്പേര്. അവിടെ ആദികേശവനാണ്. ആദികേശവൻ്റെ നാഭീന്ന് കമലവും അവിടെ ബ്രഹ്മാവും ഇല്ല. അതിന് മുമ്പുള്ള ഭാവം അത്രേ. അവിടെ നമ്മൾ ഒരു തവണ അവിടെ പോകാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിനു മുമ്പുള്ള ആ ഒരു ഭാവമാണ്. ആ നാഭീകമലത്തിൽ നിന്ന്, നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവുണ്ടായി. അതിൽ ബ്രഹ്മദേവൻ പ്രകടമായി. ഭഗവാനിൻ്റെ, കാരണം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം ഭഗവാൻ തന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ, തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ഭാവങ്ങളും വന്നത്. ഭഗവാൻ അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. ബ്രഹ്മാവും ആ ഭഗവാന്റെ തന്നെ ഒരു അംശം തന്നെയാണ്. അപ്പോൾ അവിടെ വന്ന് ഇരുന്ന ബ്രഹ്മാവിനെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. താൻ ഇരിക്കണത് എവിടെയാ? ഒരു താമരയിൽ ഇരിക്കുന്നുണ്ട്. ചുറ്റും തല തിരിച്ച് അങ്ങനെയാണ് അത്ര. ചുറ്റും നോക്കിയത് കൊണ്ടാണ് 4 തലകൾ വന്നത്. അത് ആ 4 തലകൾ വന്നത് ചുറ്റും നോക്കിയത് കൊണ്ടാണെന്ന് പറയണു. അങ്ങനെ നോക്കിയിട്ട് ഒന്നും കാണാനില്ല. എവിടെ നിന്ന് വന്നു എന്ന് അറിയാനായിട്ട് നോക്കിയിട്ട് ഒന്നും കാണാതായപ്പോൾ വന്ന വഴിയിലൂടെ പോയി നോക്കാം എന്ന് വിചാരിച്ച താമരപ്പൂവിനുള്ളിലൂടെ, ആ താമരയുടെ നീണ്ട ഒരു തണ്ടിനുള്ളിലൂടെ കുറേ സഞ്ചരിച്ച് നോക്കി. ഒന്നും കാണാൻ പറ്റിയില്ല. തിരിച്ചു വന്നിട്ട്
താൻ ആരാണ്, എന്തിനാ വന്നത്, എന്താ ഇനി ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ട് ഇരിക്കുന്ന സമയത്ത് അശരീരിയായിട്ട് കേൾക്കുകയാണ് അത്രേ തപ എന്നുള്ള വാക്ക്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായ വിഗ്രഹം അവിടെ ഇരിക്കുന്നുണ്ട്. ആ വിഗ്രഹത്തിൽ ഇങ്ങനെ കണ്ണ് നട്ട് എത്ര നേരം ഇരുന്നാലും നമുക്ക് കണ്ണടച്ചാൽ ആ രൂപം വേണ്ടതുപോലെ ഉള്ളിൽ തെളിയണില്ല. നമുക്ക് ആ രൂപം കാണാനുണ്ട്. ഭഗവാനെ പറ്റിയിട്ട് കഥകൾ പറഞ്ഞു തരാനും ഭഗവാന്റെ ലീലകളെ പറഞ്ഞു തരാനും അനേക ആചാര്യശ്രേഷ്ഠന്മാരുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഉള്ളിൽ വേണ്ടതുപോലെ ആ ഭഗവാന്റെ രൂപം തെളിയില്ല. ഇവിടെ തപ എന്നുള്ള ശബ്ദം, ആ ശബ്ദത്തിനെ മാത്രം തപ എന്ന് പറഞ്ഞപ്പോൾ അത് തപസ് ചെയ്യൂ എന്നാണെന്ന് പോലും അറിയില്ല. തപസ് എന്താണെന്ന് അറിയില്ല. ആരെങ്കിലും ഒരാൾ തപസ് ചെയ്താൽ, ഇപ്പം നമ്മളോട് തപസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ആ സന്യാസിമാരെ കണ്ണടച്ച് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നത് തപസ് എന്ന് നമുക്ക് തോന്നിയിരിക്കും. ഇത് ഒന്നുമില്ല, ആർക്കും ഒന്നും അറിയില്ല. തപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. പക്ഷേ ആ കേട്ട ശബ്ദത്തിൽ വല്ലാത്തൊരു ആകർഷണീയ തോന്നിയിട്ട് ആ ശബ്ദത്തെ മാത്രം, ആ തപ എന്നിങ്ങനെ കേട്ടതിനെ നമ്മളിങ്ങനെ അത് മാത്രം വീണ്ടും ഓർത്ത് ആ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ആ അത്യത്ഭുതമായ ശബ്ദത്തെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയാണ് ആദ്യമായിട്ട് ധ്യാനം ഉണ്ടായത് തന്നെ ബ്രഹ്മാവിൻ്റെ. അത് അത്ഭുതമായ ഒരു കാര്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കുറേ കാലം അങ്ങനെ ആ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് അത്യത്ഭുതമായിട്ടുള്ളൊരു ലോകം, വൈകുണ്ഠ ലോകം കാണാൻ പറ്റി. വൈകുണ്ഠ ലോകം എന്ന് വിചാരിച്ചാൽ യാതൊരു ദുഃഖങ്ങളും ഇല്ലാണ്ട് എപ്പോഴും ആനന്ദം അനുഭവമായി. അത് തന്നെയാണ് വൈകുണ്ഠ ലോകം. പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം അനുഭവമായി എല്ലാ ദിക്കിലും. ആ വൈകുണ്ഠത്തിൽ സാക്ഷാൽ ആ ഭഗവാനെ കാണാൻ പറ്റി. ആ പത്മനാഭനെ, ശ്രീ പത്മനാഭനെ ദർശിക്കാനായിട്ട് സാധിച്ചു. എങ്ങനെ? ശബ്ദത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട്. നമുക്ക് ആചാര്യന്മാരൊക്കെ വന്നിട്ട് എത്ര സുന്ദരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചു തരണു. അതിമനോഹരമായിട്ട് ഇവിടെ ആ ഭഗവാന്റെ ഈ സന്നിധിയിൽ ഒരുക്കി നിർത്തിയിരിക്കണം. ഇതൊക്കെ കണ്ടും കേട്ടും അങ്ങനെ ഇരുന്നിട്ട് പോലും നമുക്ക് വേണ്ടത്രൊരു ശ്രദ്ധ കിട്ടണില്ല. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അതൊക്കെ എത്ര ഒരു അത്യത്ഭുതമാണ് ആ ഒരു ഭാവം. അതൊക്കെ ആലോചിച്ചിരുന്നാൽ തന്നെ നമുക്ക് ശരിക്കും അത് മാത്രം ചിന്തിച്ചിട്ട് കുറേ നേരം ഇരുന്നാൽ തന്നെ നമുക്കൊരു ധ്യാനാവസ്ഥ അനുഭവപ്പെടും. അങ്ങനെ ബ്രഹ്മാവ് നമസ്കരിച്ചു. ആ ബ്രഹ്മാവിൻ്റെ 4 ശിരസ്സുകളിൽ നിന്നാണ് 4 വേദങ്ങൾ ആയിട്ട് പുറപ്പെട്ടത്. ആ സ്തുതിയൊക്കെയെന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കണം. എനിക്ക് വിശദമായിട്ട് ഭാഗവത കഥകൾ പറയാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഭാഗവതമൊന്നും എനിക്ക് അത്ര കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, കേട്ടിട്ടുണ്ട്. സംസ്കൃതമൊന്നും അറിയില്ല, ഞാനങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷേ ഗുരുവായൂർ ഓരോന്ന് കേൾക്കുമ്പോഴും ഇതുപോലെ അത്യത്ഭുത ഭാവത്തെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതിയെ പറയാണ്ട് വയ്യ. അത് തന്നെയാണ് ആ പറയാനുള്ള കൊതി. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കഥകൾ പറയുമ്പോൾ ഈ പേര് ഈ വർഷമൊക്കെ ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല. ഗുരുവായൂർ കണ്ണൻ്റെ കഥ പറയുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും നോക്കണ്ട, മനസ്സ് നിറച്ച് പറയാം. പക്ഷേ ഇതാവുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ പറയുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭഗവാനാണ് ഇവിടെ കൊണ്ടുവന്നിരുത്തിയതെന്ന് പറയണത്. കാരണം അത് ഇവിടെ വന്നിരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞാനായിക്കോളാം എന്ന് ഇവിടുത്തെ ആ ഭഗവാന്റെ ആ കാരുണ്യമാണ്. അപ്പം ബ്രഹ്മാവിൽ നിന്നാണ് നമ്മൾ ആ സൃഷ്ടിയുടെ തുടക്കം. ബ്രഹ്മാവിനോട് ഒരു സൃഷ്ടിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സൃഷ്ടി ചെയ്യണം എന്ന് പറഞ്ഞു ഭഗവാൻ. പറഞ്ഞു ആ ബ്രഹ്മാവിലൂടെ സൃഷ്ടി പരമ്പരകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രഹ്മാവ് സനകാദി ഋഷീശ്വരന്മാരെയാണ് സൃഷ്ടിക്കണത്. സനകാദി ഋഷീശ്വരന്മാരോട് പറയണം സൃഷ്ടി ചെയ്ത് പരമ്പരകളെ ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളിൽ നിന്ന് ഈ പരമ്പരകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. പക്ഷേ സനകാദി ഋഷീശ്വരന്മാർ അത്രയും സാത്വിക ഭാവത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈശ്വരനെ ഉപാസിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് അവർ ഈശ്വരോപാസനത്തിനായിട്ട് പോയി. അവർക്ക് പറ്റിയില്ല. അതിനുശേഷം അല്ലാണ്ട്
നിരാശയും സങ്കടമൊക്കെ വന്ന സമയത്ത് നമുക്ക് ദേഷ്യം അങ്ങോട്ട് വല്ലാണ്ട് വരും പോലെ അത് ആ ഒരു ഭാവത്തിൽ നിന്നുണ്ടായതാണ് അത്രയും രുദ്രൻ. ആ രുദ്രൻ വന്നു. അത് ഒരാളായിട്ടല്ല, 11 ആളായിട്ട് വന്നു. ആദ്യം 4 ആളാണ് ഉണ്ടായത്, സനകാദിതി ശിശുരന്മാർ. 11 ആളായിട്ട് വന്നു. ഈ 11 പേര് കൂടി ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമായി. ബ്രഹ്മാവ് പ്രകടമായപ്പോഴും ബ്രഹ്മാവ് വിചാരിഞ്ഞ് എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു എന്നാൽ ശരി, സൃഷ്ടി ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടികളൊക്കെ എങ്ങനെയാണ്? ഭൂതപ്രേത പിശാചുക്കൾ എന്നുള്ള അവസ്ഥയിലായിരുന്നു. അത് പരസ്പരം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വിഴുങ്ങുക. അങ്ങനെ ഇപ്പോൾ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടികൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വിഴുങ്ങണ രീതിയിലുള്ളതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ളവർ നിറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പം ശരിയാവില്ല. അപ്പോൾ വേഗം ബ്രഹ്മാവ് പറഞ്ഞു സൃഷ്ടി നിർത്തിക്കോളൂ, തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ തപസ്സിനായിട്ട് പറഞ്ഞയച്ചു. പിന്നീട് സപ്തർഷികൾ, നാരദരെ, അങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ വന്നു. പക്ഷേ അവർ ഇതുപോലെ സൃഷ്ടി അതിനെ തുടർന്ന് പോവുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. കാരണം ആ സൃഷ്ടി വേണ്ടതുപോലെ ആയില്ല. സൃഷ്ടി ഉണ്ടായോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മരീചി മഹർഷിയുടെ ഇന്ന് കശ്യപ പ്രജാപതി ഉണ്ടായി, ദക്ഷൻ്റെ മക്കളെ വിവാഹം കഴിച്ചു. അങ്ങനെയുള്ള പരമ്പരകൾ വന്നു. അതിൽ ദേവന്മാരുണ്ടായി, അസുരന്മാരുണ്ടായി എന്നുണ്ടെങ്കിലും അത് ഒരു വേണ്ടത്ര ആയില്ല എന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും സൃഷ്ടി ചെയ്യാനുള്ള ആഗ്രഹം തോന്നിയിട്ട്. അപ്പോൾ ആ സൃഷ്ടി ചെയ്തത് തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ 2 ഭാവത്തിൽ ആ ശരീരത്തിൽ നിന്ന് പ്രകടമായതാണ് മനു, സ്വയംഭൂവ മനു. ശതരൂപിയായിട്ട് 2 രൂപത്തിലാണ് വന്നത്. ആ ഒരു ഭാവത്തിൽ അവരോട് സൃഷ്ടി ചെയ്യൂ എന്ന് പറയണു. അപ്പം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കണു. പറയണു നിങ്ങളിതാ ആ മനുഷ്യഭാവത്തിലാണ് വന്നത്, സൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കൂ, നിങ്ങൾ സൃഷ്ടി ചെയ്യൂ എന്ന് പറയണു. അപ്പോൾ എവിടെയാണ് ഞങ്ങളത് ചെയ്യേണ്ടത്? അതുവരെ സത്യലോകത്തായിരുന്നല്ലോ. എവിടെ സൃഷ്ടി ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഭൂമിയിലാണ് പോയി സൃഷ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയെ അന്വേഷിക്കുമ്പോൾ ഭൂമിയെ കാണാനില്ല. ഭൂമി എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ ഭൂമിയില്ല. അപ്പം അത് ആലോചിക്കുമ്പോൾ ആ ഭൂമിയെ കാരണജലത്തിലേക്ക് താഴ്ത്തി കൊണ്ടുപോയി ഹിരണ്യാക്ഷൻ എന്നുള്ളത് അറിയണം. അപ്പോൾ ഹിരണ്യാക്ഷൻ ആരാണ് എന്നാണ്. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരിക ഹിരണ്യാക്ഷൻ ആരാണെന്ന്. ഹിരണ്യാക്ഷനാണ് ആദ്യമായിട്ടുണ്ടായ അസുരന്മാരിൽ വന്നവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അത് ദിതിയുടെ ഗർഭത്തിൽ നിന്നാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഒക്കെ ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് പറയുമ്പോൾ കശ്യപ പ്രജാപതിയുടെ പത്നിയാണ് ദിതി. ഒരിക്കൽ അദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്ത് അദ്ദേഹം ഈശ്വരോപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിതിക്ക് പുത്രൻ തനിക്ക് എല്ലാവർക്കും പുത്രന്മാരുണ്ട്, തനിക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവർക്ക് മക്കളുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, കാമഭാവത്തോടു കൂടിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറയണു അതിന് ഉചിതമായിട്ടുള്ള സമയം ഇപ്പോഴല്ല, ഈ സമയത്തല്ല, അതിനൊക്കെ അതിൻ്റേതായ സമയങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ ആഗ്രഹത്തിൻ്റെ തീവ്രത കൊണ്ട് യാതൊരു നിലയ്ക്കും അതിന് സമ്മതിച്ചില്ല. അപ്പം എല്ലാം ഈശ്വരേച്ഛ എന്ന ഭാവത്തോടു കൂടിയിട്ട് കശ്യപ പ്രജാപതി പുത്രോത്പാദനം നടത്തി. അങ്ങനെ നമുക്കും അതെ ചില കാര്യങ്ങൾ നമ്മൾ ദുർവാശി പിടിച്ചിട്ട് പലപ്പോഴും നമ്മളോട് പലരുടെയും ഉപദേശം ഉണ്ടാവില്ലേ, നമ്മൾ വാശി പിടിച്ച് നേടും ചില കാര്യങ്ങൾ. അത് വേണ്ട, അത് നന്നല്ല, അതിപ്പോൾ വേണ്ട, പിന്നെ ആവാമെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല. വാശി പിടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നേടി കുറച്ച് കഴിയുമ്പോഴാണ് അയ്യോ അബദ്ധായി എന്ന് മനസ്സിലാവുക. അപ്പം ഇതിലെ ഓരോ കഥകൾ കേൾക്കുമ്പോഴും നമ്മളുടേതായ ജീവിതത്തിനോട് ബന്ധപ്പെടുത്തി കേട്ടാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. എപ്പോഴും നമ്മൾ ഓരോ കഥ കേൾക്കുമ്പോഴും അത് അവനവൻ്റെ ജീവിതമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് തൻ്റെ ജീവിതത്തിൽ, അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് തെറ്റുകൾ നമുക്ക് ബോധ്യമാവും.
അതിനെ തിരുത്താൻ കൂടിയുള്ള ഒരു കാര്യം കൂടിയാണത്. കഥകൾ കേട്ട് ആസ്വദിച്ചിട്ട് ആ കഥകളിൽ എനിക്ക് എന്താണുള്ളത്, അവരങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ചോദിക്കുക. ഒരു ഇപ്പം ചെയ്ത ദിദിയുടെ കഥ പറയുമ്പോൾ ദിദി ചെയ്തത് ശരിയായില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിലും നമ്മളും അങ്ങനെ ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് നമ്മളുടെ ആ മനസ്സൊക്കെ മാറി വരുന്നത്. അപ്പം ഈ ഒരവസ്ഥയിൽ ഇത് തെറ്റ് ചെയ്ത് അരുതെന്നുകൊണ്ട് കേട്ടില്ല, പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഇതിക്കും ബോധ്യമായി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ലോകകണ്ടകന്മാരായിട്ടുള്ള 2 അസുരന്മാരായിരിക്കും ഗർഭത്തിലുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗർഭത്തിലുണ്ടാവണ അസുരന്മാരാവുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തായാലും മക്കൾ അത്ര ദുഷ്ടന്മാരാവുക വെച്ചാൽ അമ്മയ്ക്ക് സങ്കടമല്ലേ. അപ്പോൾ പ്രസവിക്കാതെ കൊണ്ട് നടക്കുകയാണ്. 10 മാസമായി പ്രസവിക്കണ്ടേ, പക്ഷേ ആ ഒരു തപശക്തി കൊണ്ട് പ്രസവിക്കാണ്ട് ആ ഉണ്ണികളെ ഗർഭത്തിലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് ആ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ആ ഒരു പ്രകൃതിക്കൊരു നിയമമുണ്ട്, അത് മാറിക്കഴിഞ്ഞാൽ എല്ലാം താളം തെറ്റും. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ പറഞ്ഞു വിഷമിക്കണ്ട, അങ്ങനെയാണെങ്കിലും ഭഗവാൻ വന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്തായാലും ഇവർ ജനിക്കണം. അപ്പം അതെന്തായാലും അത് ഭഗവാൻ തന്നെയാണ് ഇവരെ വന്ന് അനുഗ്രഹിക്കുക. ഭഗവാൻ നേരിട്ട് വന്നിട്ട് ഇവരെ അനുഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് സമാധാനമായി. അങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടായത്. അതിൽ ഹിരണ്യാക്ഷനാണ് ഈ ഭൂമിയെ അവിടെ കാരണജലത്തിൽ താഴ്ത്തിയിട്ട് കൊണ്ടുപോയത് എന്നുള്ളത് പറയണം. അത് അറിയുമ്പോൾ ബ്രഹ്മാവ് ആകെ വിഷമിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ആകെ കൂടി ഒന്നേ ഉള്ളൂ. ബ്രഹ്മാവ് ആദ്യം തന്നെ ബ്രഹ്മാവിനായിട്ട് എല്ലാത്തിനും കാര്യം എന്താ, ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്നറിയാണ്ടിരുന്നപ്പോൾ കേട്ടതാണ് തപ എന്നുള്ള വാക്ക് അല്ലേ. അപ്പോൾ ആ തപസ് ചെയ്തിട്ടിപ്പോഴാണ് ആ വൈഭവം, ഭഗവാന്റെ വൈഭവം അറിയാൻ സാധിച്ചത്. അപ്പോൾ തന്നെ എന്ത് തന്നെ വന്നാലും ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് തൻ്റെ അനുഭവത്തിലൂടെ ആ ബ്രഹ്മാവ് മനസ്സിലാക്കി. നമുക്കും അങ്ങനെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് വരുന്ന അനുഭവങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ തപ എന്നുള്ള വാക്കിനെ ശ്രദ്ധിക്കാതെ കണ്ട് അതെന്തോ കേട്ടതാന്ന് തോന്നുന്നുണ്ട്, എന്താണാവോ എന്ന് വിചാരിച്ചു വെച്ചാൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അതിനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ബ്രഹ്മാവിനെ ആ ഈശ്വരൻ്റെ മഹത്വമൊക്കെ മനസ്സിലാവാനായിട്ട് സാധിച്ചത്. അപ്പം അങ്ങനെ ആ ഒരു വൈഭവം കൊണ്ടാണ്. അപ്പോൾ അത് അദ്ദേഹം വീണ്ടും ഒരു സങ്കടമൊക്കെ വരുമ്പോൾ നമുക്ക് അല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു വിഷമം. അത്രയൊക്കെ എന്നോട് ഭഗവാൻ എന്താ പറഞ്ഞത്, സൃഷ്ടി ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൃഷ്ടി ചെയ്യാൻ പറയുമ്പോൾ അത് വേണ്ടതുപോലെ ചെയ്ത സൃഷ്ടികളൊന്നും വേണ്ടതുപോലെ ആവണില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് അവസാനം ഇത് നേരെയാവും ചിലപ്പോൾ. അപ്പോൾ അതിന് അവർക്ക് സൃഷ്ടി അവർ സമ്മതിച്ചു, ഞങ്ങൾ ഇനി സൃഷ്ടി ഞങ്ങളിലൂടെ തുടരാമെന്ന് സമ്മതിച്ചതാണ് സ്വയംഭവം മനു. അപ്പോൾ അതിനുള്ള ഭൂമിയെ തന്നെ കാണാനില്ല, നിരാശയും സങ്കടവും വരുമല്ലേ. ഭഗവാനെ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ദീർഘനിശ്വാസം, അങ്ങനെ ഒരു ദീർഘനിശ്വാസം നമുക്ക് വരില്ലേ. അങ്ങനെ ഇത് വായക്കോടിയാണ് നമ്മളുണ്ട്, പക്ഷെ അത് ആ നിശ്വാസം മൂക്കിൽ കൂടെ വന്നപ്പോൾ അതിൽ നിന്ന് എന്തോ ഒന്ന് നോക്കുമ്പോൾ നാസാദ്വാരത്തിലൂടെയാണ് വന്നത്. കാരണം മൂക്ക് എന്തിനുള്ളതാ, ഗന്ധം അറിയാനുള്ളതാണല്ലേ, ഗന്ധത്തിനെ അറിയാനുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഗന്ധത്തിനെ, ഭൂമിയുടെ സ്വഭാവം ഗന്ധമാണ്. ഭൂമിയെ അറിയണമെങ്കിൽ ഗന്ധം കൊണ്ടാണ് അല്ലേ. നമ്മൾക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ആ ഭൂമിയുടെ ഗന്ധം നമുക്കറിയാം. നല്ല വേനൽ കഴിഞ്ഞിട്ട് ഒരു മഴ പെയ്യുമ്പോൾ എന്തൊരു സുഗന്ധാലേ ഭൂമിക്ക്. ആ ഒരു മണ്ണിൻ്റെ ഒരു മണം, അതെന്തൊരു ആസ്വാദനാണ് അല്ലേ. അതെത്രയും നമുക്ക് ആസ്വദിച്ചാലും മതിയാവില്ല ഗന്ധം. പക്ഷേ അതിന് കൂടുതൽ ഘ്രാണശക്തി ഉള്ളത് ആർക്കാണെന്നറിയോ, വരാഹം, പന്നിക്കാണ് ഏറ്റവും ഘ്രാണശക്തി ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് വന്നത് ചെറിയ ഒരു വിരലിൻ്റെ അത്രയ്ക്ക്, തള്ള വിരലിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ അത്രേ. നോക്കി നിൽക്കുമ്പോഴേക്കും അത് വലുതായി
വലിയൊരു പശുക്കുട്ടിയുടെ രൂപത്തിലായി. പിന്നെ അവിടുന്ന് വലുതായിട്ട് ഉയർന്ന് വലിയ ഒരു വരാഹത്തിൻ്റെ രൂപം സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ യജ്ഞവരാഹം എന്നാണ് പറയുക. കാരണം ഋഷീശ്വരന്മാരൊക്കെ ഈ ഒരു വരാഹമൂർത്തിയെ നോക്കുമ്പോൾ യജ്ഞത്തിന് വേണ്ടുന്ന എല്ലാ, അപ്പോൾ നമ്മൾ വിരാട് രൂപ വർണ്ണനയൊക്കെ ഭാഗവതത്തിൽ കേൾക്കുമ്പോൾ ഭഗവാന്റെ ഓരോരോ ഭാഗങ്ങളും പറയേണ്ട വിരാട് രൂപത്തിൽ അല്ലേ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഓരോന്നും പറയണ്ടല്ലോ. അപ്പോൾ ഭൂമിയുടെ സ്ഥാനം എന്താണ്, ഭഗവാന്റെ മരങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതൊക്കെ എല്ലാം നമുക്ക് വിശദമായിട്ട് ഭാഗവതത്തിൽ പറയേണ്ടത്. അതുപോലെ ഇവർ ആ രൂപം നോക്കുമ്പോൾ ഓരോരോ അംഗങ്ങളും യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള വസ്തുക്കളായിട്ട് അവർക്ക് തോന്നിയത്രേ. അപ്പം യജ്ഞവരാഹമൂർത്തിയാണ് ഭഗവാൻ എന്ന് കണ്ടിട്ട് ആ ഭഗവാനെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ യജ്ഞവരാഹമൂർത്തി ഹിരണ്യാക്ഷനെ അന്വേഷിച്ച് ഹിരണ്യാക്ഷനെ ഭൂമിയെ അന്വേഷിച്ച് പോണു. ആ ഭൂമിയെ അന്വേഷിച്ച് പോയിട്ട് നേരെ കാരണജലത്തിന് അടിയിൽ പോയിട്ട് ഭൂമിയെ ഗന്ധം കൊണ്ട് തെരഞ്ഞു പിടിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ഭാവം എടുത്തത്. ആ ഭൂമിയെ എടുത്ത് തൻ്റെ തേറ്റമേൽ വെച്ച് ഉയർന്നു വരിക അല്ലേ. നല്ല എത്രയോ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ആ യജ്ഞത്തിലൂടെ, അതായത് ഭൂമിയെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളേതാ ഒരു തലത്തിൽ നിന്ന് ഉയർത്താൻ എന്തിനെ സാധിക്കുള്ളൂ? യജ്ഞത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അതാണ് അതിലൂടെ കാണിച്ചു തരുന്നത്. ഇപ്പം ഇവിടെ നടക്കുന്നത് മഹായജ്ഞമാണ് അല്ലേ. ഭാഗവത സപ്താഹ യജ്ഞം മഹായജ്ഞമാണ്. ആ യജ്ഞത്തിന് മറ്റുള്ള യജ്ഞത്തിനേക്കാളും എത്രയോ ശ്രേഷ്ഠതയുണ്ട്. കാരണം എന്താ? ഭഗവാന്റെ കഥകളെ പറയണു, അതോടൊപ്പം ഭഗവാന്റെ നാമം ധാരാളം ജപിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഭാഗവത സപ്താഹ വേദി എന്ന് പറഞ്ഞാൽ. ധാരാളം നാമം ജപിക്കേണ്ട സ്ഥലമാണ്. ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവിടെ ഇരുന്ന് പാരായണം ചെയ്യുമ്പോഴും കഥകൾ പറയുമ്പോഴും മറ്റ് ആ പകുതി ആവുള്ളൂ അല്ലേ. നമ്മൾ പറയില്ലേ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കുക പകുതിയാ ചെയ്താൽ ബാക്കിയൊക്കെ ഈശ്വരൻ ചെയ്തോളുന്നു. അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പരിപൂർണമായിട്ടും നമ്മുടെ പരമാവധി കഴിവിനനുസരിച്ച് ചെയ്ത് സമർപ്പിക്കുക ഭഗവാന്റെ പാദത്തിൽ. അപ്പോൾ ബാക്കി അത് അപ്പോൾ പകുതിയാവുള്ളൂ ആ കർമ്മം. പിന്നെന്ത് വേണം? പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ടേ ബാക്കി പൂർണ്ണമാവുള്ളൂ. അതുപോലെ ഇവിടെ ഈ സപ്താഹം നടക്കുമ്പോൾ ഈ നടക്കുന്നതിന് നമുക്ക് അതിൻ്റെ പ്രയോജനം, അതിൻ്റെ അനുഭവം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത്? ഈ ഗ്രാമത്തിനും ഇവിടെയുള്ളവർക്കൊക്കെ ദുഃഖമൊക്കെ നീങ്ങി ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളൊക്കെ മാറിയിട്ട് ശാന്തിയും സമാധാനമൊക്കെ കിട്ടാനും നമുക്ക് ആ ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അല്ലാണ്ട് ഇത്രയും പൈസ ചെലവാക്കി നമ്മൾ എന്തിനത് നടത്തുന്നു ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോലെ. അപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ ചെയ്യണേന് അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ പകുതി കാര്യം മാത്രമേ മുഴുവനാവണുള്ളൂ, ബാക്കി പകുതി മുഴുവനാവണില്ല. ഇവിടെ ഇരുന്നിട്ട് നാമം ജപിക്കുമ്പോൾ ആ നാമത്തിനെ ഉറക്കെ ജപിക്കാൻ, അതുപോലെ ഉച്ച സമയത്തൊക്കെ ഭാഗവതം നിർത്തുന്ന സമയത്തൊക്കെ നമ്മളിവിടെ ഇരുന്ന് ഉറക്കെ നാമം ജപിക്കണം. ആ നാമജപം കൊണ്ടുകൂടി മാത്രമേ ഇത് യജ്ഞാനം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ തന്നെ പറയേണ്ടത്. നാമം ജപിച്ചാൽ ഏറ്റവും വലിയ യജ്ഞം ജപയജ്ഞാണെന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഭൂമിയെ എങ്ങനെയാണോ ഉദ്ധരിച്ചത് അതുപോലെ നമ്മളുടെ നാമജപം കൊണ്ട് നമ്മളെ ഭഗവാൻ ഉദ്ധരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. ഭൂമിയെ ഉദ്ധരിച്ചതുപോലെ നമ്മളെ ഉദ്ധരിക്കും. അതാണ് യജ്ഞവരാഹമൂർത്തി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരവസരത്തിലാണ് ഈ ഹിരണ്യാക്ഷൻ ലോകം മുഴുവനും പിടിച്ചടക്കിയിട്ട് ഹിരണ്യാക്ഷൻ ഞാനാണ്, എല്ലാത്തിനും നാഥൻ ഞാനാണെന്നുള്ള നിലയ്ക്ക് യുദ്ധം ചെയ്യാൻ ചെല്ലുമ്പോൾ ആരുമില്ല യുദ്ധം ചെയ്യാൻ. അപ്പോൾ ആകെ വിഷമിച്ച് യുദ്ധം ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്.
എന്നിട്ട് ആ കടലിലൊക്കെ ചെന്നിട്ട് വരുണനോടൊക്കെ യുദ്ധത്തിന് വിളിച്ചു. വരുണം പറഞ്ഞു എനിക്ക് ഞാനൊന്നുമില്ല യുദ്ധത്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാരദ മഹർഷിയെ പറഞ്ഞത്, അതെ യുദ്ധം ചെയ്യാനായിട്ടുള്ള താല്പര്യമായിട്ട് അവിടെ ഒരാൾ കാത്തു നിൽക്കണുണ്ടല്ലോ, അങ്ങോട്ട് ചെന്നോളൂ എന്ന് പറഞ്ഞു. ആ ഭൂമിയെ അവിടെ കൊണ്ടുവന്നിട്ടില്ലേ, ആ ഭൂമിയൊക്കെ എടുത്തു കൊണ്ടുവന്ന് അവിടെ കാത്തു നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ആരാണ്, വിഷ്ണു ആണോ, വിഷ്ണുവിനെ അന്വേഷിച്ചിട്ട് ഇതാ ചെല്ലണു. അപ്പോൾ ഇതാ ഒരു കാട്ടുപന്നി തലയിൽ, ആ കാട്ടുപന്നിയാണ് കാണുന്നത്. അപ്പോൾ പറഞ്ഞു ഈ കാട്ടുപന്നിയാണോ എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു നിന്നെ പോലെയുള്ള വേട്ടപ്പട്ടികളെയൊക്കെ യുദ്ധം ചെയ്യാൻ ഞാൻ മതിയെന്നേ എന്നാണ് ഭഗവാന്റെ ഭാവം. അങ്ങനെ ആ ഭഗവാൻ ആ ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്ത് ഹിരണ്യാക്ഷനെ വധിച്ചു. അപ്പോൾ ആ ഒരു വധം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായി. ഇത്രയും വലിയൊരു ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു അസുരനല്ലേ ആയിരുന്നു, എന്നിട്ട് ഭഗവാൻ നേരിട്ടിട്ട് അതിനായിട്ട് ഒരു അവതാരം എടുത്തു വന്ന് ഹിരണ്യാക്ഷനെ വധിക്കണം എന്നുണ്ടെങ്കിൽ ആരാണ് ഈ ഹിരണ്യാക്ഷൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ആ കഥകൾ ഭാഗവതത്തിൽ ഒന്നിനോട് ചേർന്ന് ധാരാളം കഥകളാണ്. അപ്പം വീണ്ടും മറ്റൊരു ഭാഗം പറയണു. അതെന്താണെന്ന് വെച്ചാൽ സനകാദി ഋഷീശ്വരന്മാര് അവരിതാ എപ്പോഴും ഹരിശരണം 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 എന്ന് പറഞ്ഞ് ലോകം മുഴുവനും എല്ലാ ദിക്കിലും ആ ഹരിശരണം എന്ന് പറഞ്ഞ് ജപിക്കണു. അവർക്ക് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ധ്യാനത്തിലിരിക്കണു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതാ വൈകുണ്ഠത്തിലേക്ക് എത്തുകയാണ് ചെയ്യണത്. ആ വൈകുണ്ഠത്തിലേക്ക് എത്തണ ആ ഒരു അവസരത്തിൽ ആ വൈകുണ്ഠത്തെയൊക്കെ സുന്ദരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാ വൈകുണ്ഠത്തിനെ അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നു. ആ വൈകുണ്ഠത്തിലൂടെ യാത്ര ചെയ്ത് ആ ഭഗവാന്റെ ആ ഭഗവാൻ 7 വാതിലുകൾ കടന്നാൽ മാത്രമാണ് അത്രേ ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തുള്ളൂ. 7 പടികൾ കടക്കണം എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ശ്രീരംഗത്തൊക്കെ പോയാൽ അതേ ഭാവത്തിലാണ് അവിടുത്തെ അവിടെ പോയി കാണേണ്ടത് തന്നെയാണ്. ഒരു തവണ പോകാൻ ഗുരുവായൂരപ്പൻ അവിടെയും എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ 6 പടികളും കടന്ന് 7ാമത്തെ പടിയുടെ അവിടെ 2 പേര്, ബാക്കിയല്ല എവിടെയും ഇല്ല കേട്ടോ, അവിടെ മാത്രം 2 പേര് കാവല് നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ അവിടെ എന്തിനാ ഈ 2 പേര് കാവല് നിൽക്കണേ? സാധാരണ ദിക്കിലൊക്കെ ഒരു ക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് ഉണ്ട്, അവിടെ ഒരാൾ കാവല് നിൽക്കുക, സെക്യൂരിറ്റി നമ്മൾ വരുമ്പോഴേക്കും ആരാ വരണേ, എന്താ പേര്, എവിടുന്നാ വരണേ എന്നൊക്കെ ചോദിച്ച് കടത്തി വിടാനാണ്. പക്ഷെ ഭഗവാന്റെ അടുത്ത് എന്തിനാ അങ്ങനെ 2 പേരെന്ന് വെച്ചാൽ, ആരാണോ ഭഗവാനെ കാണാനായിട്ട് ഭക്തന്മാർ വരണത് അവർക്ക് വേണ്ടതുപോലെ അവർക്ക് ഭഗവാനെ കാണാൻ വരില്ലേ, അപ്പോൾ വേണ്ടതുപോലെ അവരെ സ്വീകരിച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാന്റെ മുമ്പിലേക്ക് എത്തിക്കുക. അതാണ് അവരുടെ നിയോഗം. ഭഗവാന്റെ അതാണ് അവിടുത്തെ ദ്വാരപാലകന്മാർ ചെയ്യേണ്ടത്. അകലേന്ന് വരുമ്പോഴേക്കും ഇവർ അവിടേക്ക് വേഗം ചെല്ലണം, എന്നിട്ട് ആ ഭഗവാനെ കാണാൻ അവിടേക്ക് അതിനേ വരുള്ളൂല്ലോ. അപ്പോൾ സന്തോഷത്തോടു കൂടി കൂട്ടിക്കൊണ്ടുവന്ന് സ്വീകരിച്ച് മഹാപ്രഭുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ് അവിടുത്തെ. പക്ഷേ ഇവിടെ ജയവിജയന്മാർ വരുമ്പോൾ സനകാദി കുട്ടികൾ നോക്കുമ്പോൾ 5 വയസ്സായി വസ്ത്രം പോലും ഇല്ലാത്ത കുട്ടികൾ, അങ്ങനെയാണ് സനകാദി മഹർഷിശ്വരന്മാര്, അങ്ങനെയാണ് ചെറിയ കുട്ടികളെ പോലെ 4 കുട്ടികൾ എവിടുന്നോ അമ്മ കാണാണ്ട് കണ്ണു കെട്ടിച്ച് വന്ന പോലെയുള്ള 4 കുട്ടികൾ. അത്രയും അങ്ങോട്ട് തോന്നിയില്ല അവരെ കണ്ടപ്പോൾ. പക്ഷേ ആ വൈഭവത്തിനെ തിരിച്ചറിയാൻ ഭഗവാന്റെ കൂടെ ഉണ്ടായിട്ടും ഭഗവാന്റെ ദ്വാരപാലകരായിട്ട് നിന്നിട്ടും ഭക്തനെ കണ്ടാൽ ആ മഹത്വം മനസ്സിലാവാണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു മനോമാലിന്യം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഭക്തന്മാരെ നിന്ദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനോമാലിന്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ ഭക്തനെ നിന്ദിക്കാനായിട്ട് തോന്നുക. അപ്പം അങ്ങനെ ഈ കുട്ടികൾ വന്നപ്പോൾ അവരോട് ചോദിച്ചു, എവിടേക്കാണ് പോണേ, നിങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമൊന്നുമല്ലാതെ തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ തടഞ്ഞു. അത് തടഞ്ഞപ്പോൾ അവർ നോക്കി 2 പേരെയും. അപ്പം അവർക്ക് മനസ്സിലായി, കാരണം ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു വാസന മുഴുവനും, ആസുരികമായിട്ടുള്ള ഭാവം മുഴുവനും പോയിട്ടില്ല. അവർ പരിപൂർണമായിട്ടും
ആ ഭാവം തീർന്നിട്ടില്ല. ഭഗവാന് കാരുണ്യം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ടൊന്നും നമ്മൾ പൂർണ്ണമായിട്ടും പരിശുദ്ധമായിട്ടില്ലെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊക്കെ ഭഗവാൻ ചിലപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി വരും. അതാണ് കാരുണ്യമൂർത്തിയായ ഭഗവാൻ. നമ്മൾ നമ്മളൊക്കെ അത്ര ശുദ്ധിയായിട്ടില്ലെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു പക്ഷേ നമ്മളെ അവിടേക്ക് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതും നമ്മൾ പരിപൂർണമായിട്ട് വലിയ ഒരു സ്ഥാനത്തിരിക്കേണ്ടതൊക്ക ഇതുപോലെ. കാരണം ഭാഗവത സപ്താഹവേദിയിൽ ഒരു ആചാര്യസ്ഥാനത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ മണിയൂർ തിരുമേനിയൊക്കെ പറയും 30 വർഷം ഭാഗവതം ഉപാസിക്കണത്രേ. 30 വർഷം ഉപാസന കഴിഞ്ഞിട്ടാണ് ഭാഗവത വേദിയിലൊക്കെ. അതുകൊണ്ടാവും ഭഗവാൻ ഇവിടെ താഴെ ഇരുന്നാൽ മതിട്ടോ അങ്ങോട്ട് കയറാറായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം അത്രയും ശ്രേഷ്ഠമാണ്. എന്നാലും താഴത്തായാലും ഒരു സീറ്റ് തന്നില്ലേ ഭഗവാൻ. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഈ ജൈവിജയന്മാരുടെ കഥയൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ ഒരു സാമ്യം തോന്നും. അവരെ പോലെയാണ് ഇപ്പോൾ. കാരണം നമ്മൾ ഭാഗവതം കേൾക്കണോ, ഒരുപാട് ഭാഗവത ആചാര്യന്മാരായിട്ട് പരിചയമുണ്ട്. ഭഗവാന്റെ കഥകൾ പറയാൻ പല പല ക്ഷേത്രങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാരുണ്യാണ്. അപ്പോൾ ആ കഥ പറഞ്ഞ് തന്നെ ഈ മനോമാലിന്യങ്ങൾ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഇവിടെ വീട്ടിലിരുത്തിയതിനോട് വേണ്ടതുപോലെ നാമം ജപിക്കാനൊന്നും പോകണില്ല, ഇത് അധപ്പതിച്ച് കുമ്പുകളൊന്നുള്ള കാരുണ്യോ എന്താണെന്നറിയില്ല. അതാണ് ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ ഈ വിജയന്മാരെ കണ്ടപ്പോഴും സനകാദി ഋഷീശ്വരന്മാർക്ക് മനസ്സിലായി കാരുണ്യം കൊണ്ട് ഇവിടെ നിൽക്കണമെന്നല്ല. പക്ഷേ ഭക്തന്മാർക്ക് അങ്ങനെയല്ല, പരിപൂർണമായിട്ടും അവരെ പരിശുദ്ധിയായിട്ട് തീരണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ പറയും, ഭാഗവതം വായിക്കുമ്പോൾ പറയും കാമാനുജനെ എടുത്ത് ധരിച്ചു എന്നാണ് പറയണത്. അല്ലാണ്ട് ക്രോധം വന്നൊന്നും പറയില്ല. കാമാനുജത്തെ കാമത്തിൻ്റെ നമുക്കൊരു കാര്യത്തിന് ആഗ്രഹം ഉണ്ടായിട്ട് അത് സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ കയറി വരുന്ന ആളാണ് കോപം. അപ്പോൾ ആ കോപത്തിനെ ഇവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് ഒരു കോപമൊന്നും വരില്ല. കാരണം എപ്പോഴും ഹരിശരണം എന്ന് പറഞ്ഞ് നടക്കണം. അവർക്കിപ്പോൾ അവിടെ ചെന്ന് പ്രഭുവിനെ നമസ്കരിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിലും പുറത്തൊക്കെ പ്രഭുവാണ്. അവർക്ക് അതുകൊണ്ട് പ്രത്യേക ദേഷ്യമോ വിഷമോ നിരാശയോ ഒന്നും വരില്ല. പക്ഷേ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവരിതാ ആ ഒരു ഭാവത്തെ എടുത്തുകൊണ്ട് പറയണു. ഈ ആസുരികമായ ഭഗവാന്റെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ അവരെ വേണ്ടതുപോലെ സ്വീകരിച്ച് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണല്ലോ ധർമ്മം. അതിനെ വെടിഞ്ഞിട്ട് ഈ ആസുരിക ഭാവമാണല്ലോ ഈശ്വരനിൽ നിന്ന് നമ്മളെ എല്ലാ ആസുരിക കഥകളിലും കേൾക്കാം. ഭഗവാന്റെ നാമം ജപിക്കുക. ഹിരണ്യകശിപുവിൻ്റെ കഥയിലൊക്കെ പറയുന്നത് നാരായണ നാമം ആരും ജപിക്കാൻ പാടില്ല, അതിനൊക്കെ വിലംഘനം ചെയ്യേണ്ട ആരാ? ഈ ആസുരിക ഭാവമാണല്ലോ. അപ്പോൾ ആ ഒരു ഭാവം ഉള്ളിലുണ്ട്. അത് പൂർണ്ണമായിട്ടും നശിക്കാനായിട്ട് 3 ജന്മം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുക തന്നെയാണ് ചെയ്തത്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഭഗവാനും അവിടെ എത്തി. ഭഗവാനും ഒരുപക്ഷെ ഇതുപോലെയുള്ള ഭക്തന്മാരൊക്കെ ഇതുപോലെ വിജയന്മാരെ പോലെയുള്ളവരവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടത് എന്തുകൊണ്ടാണ്? ഈ സനകാദി ഋഷീശ്വരന്മാരുടെ മഹത്വം കൂടി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവരുടെ ശ്രേഷ്ഠത അങ്ങനെ ഭഗവാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ പലതും ആണ്. ഒരു കാര്യം ഭഗവാൻ ചെയ്യുള്ളൂ, പക്ഷെ ഇത് പലർക്കും പല രീതിയിലാണ് അത് അനുഭവമായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തപ്പോൾ ഭഗവാനും സന്തോഷമായി. ഭഗവാനും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സനകാദി ഋഷീശ്വരന്മാരും അവർ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ഇവിടെ വച്ചിട്ട് ഇങ്ങനെ പറയുന്നത് അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് പറയണോ, ജയവിജയന്മാരോട് പറയണോ, ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ ഓടി വരും, ഞാൻ തന്നെ വന്നിട്ടാണ് നിങ്ങളെ രക്ഷിക്കുക എന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക ചെയ്യണേ ഭഗവാൻ. കൃഷ്ണ. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെയും ഭക്തന്റെയും അനുഗ്രഹം കിട്ടിയ ഒരാളാണ്. അവരുടെ ആദ്യത്തെ ജന്മമായിട്ടാണ് പറയണത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് പറയണത്. അപ്പോൾ ആ ഹിരണ്യാക്ഷന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ വാക്ക് പറയണു, ഞാൻ തന്നെ വരണു എന്നുള്ളത്. ശരിക്കും
ആ ഒരു ഭാവം നമുക്ക് പലപ്പോഴും ഇപ്പം ഇതിനോട് ചേർന്നിട്ട് ഹിരണ്യകശിപുവിൻ്റെ ആ ഒരു നരസിംഹാവതാരമൊക്കെ ഇവിടെ വായിക്കാൻ പോകണുള്ളൂ. എന്നാലും ഇതിനോട് ചേർന്ന് ഞാനൊന്ന് അനുസ്മരിക്കുക കേട്ടോ. കാരണം അതൊരു അത്ഭുതമാണ്. നമ്മൾ പറയണം അത്ഭുതമായ സിംഹരൂപം കോപത്തോടു കൂടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയപ്പെട്ട് ഓടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് എല്ലാവരും ഭയപ്പെട്ട് ഓടിയതെന്നറിയോ? നമുക്ക് ഭയം ഉണ്ടാവുന്നത് നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. രാത്രി നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക, എല്ലാവരും ഇപ്പം പലരും ഉണ്ടാവില്ല, അപ്പം എല്ലാം ഇപ്പം പ്രത്യേകിച്ചും അല്ലേ ആരും ഇല്ലാണ്ട് ഓരോ വീട്ടിൽ ഒറ്റയ്ക്ക് വയ്ക്കുക. അപ്പം നമ്മൾ രാത്രി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക. അപ്പം അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ കണ്ണനെ എവിടെയാ കണ്ണൻ അവിടെ എന്താ കുറുമ്പ് കാണിക്കണേന്ന് നമ്മൾ ചോദിച്ചു നോക്കൂ. അപ്പം നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ല. പിന്നെ ശബ്ദം കേട്ടാലും നമ്മൾ ആ ഒരു ഭാവത്തിൽ വർത്തമാനം കാണിച്ച കുഴപ്പം തോന്നില്ല. അതേസമയം അവിടെ ഒരു ഒച്ച കേട്ടപ്പോൾ അതൊരു കള്ളനാവോ, അയാൾ വന്നിട്ട് എന്നെ ഉപദ്രവിക്കുമോ, അതങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പോൾ കള്ളനൊന്നുമില്ല, ഇപ്പോൾ ഭൂതം പ്രേതം അങ്ങനെയുള്ള വിചാരങ്ങളും ഉണ്ടല്ലോ ആൾക്കാർക്ക്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞ് കിടന്നു നോക്കും. നമുക്ക് രാത്രി ഒന്നും കിടന്നാൽ ഉറക്കേ വരില്ല. എന്തുകൊണ്ടാണ്? പേടിച്ചിട്ട്. പലപ്പോഴും നമ്മൾ സ്വപ്നം കണ്ടു എന്നൊക്കെ വരും. ഇങ്ങനെ ഒരാൾ വന്നു ഇങ്ങനെ ഞെട്ടിയൊക്കെ ഉണർന്നു എന്നൊക്കെ. അങ്ങനെ ഒന്ന് മയങ്ങി പോയാൽ അപ്പോൾ സ്വപ്നം കാണിതാ, പിന്നെ അന്ന് രാത്രി ഉറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. രാത്രി ഉറക്കം വരാത്ത ഈ ഭയം കൊണ്ട് നമ്മൾ ഉറങ്ങില്ല. അതേസമയം നമ്മൾ ആ ഭഗവാനെ മനസ്സിലാലോചിച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ ഭഗവാനാണെന്നുള്ള ചിന്ത വന്നാലോ, ഒരുപക്ഷെ കണ്ണാ അവിടെ എന്താ കുറുമ്പ് കാണിക്കണേ, വേണ്ടാട്ടാ എന്നൊക്കെ നമ്മൾ ഉറക്കെ പറയണ്ട, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് കണ്ണനോട് പറയണത് ചിലപ്പോൾ വല്ല കള്ളന്മാരെന്നെയാവും വന്നിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ആരോ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് അയാൾ ഓടിപ്പോക്കോളും. അപ്പം നമുക്ക് ഭയത്തിൽ നിന്നാണ് എല്ലാം. ഇപ്പം ഈ ഹിരണ്യകശിപു തപസ് ചെയ്തിട്ട് വരം നേടിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ തപസ് ചെയ്തേ? എന്നെ മനുഷ്യൻ കൊല്ലരുത്, ഈശ്വരൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, ഇതിങ്ങനെ പറഞ്ഞിട്ട് ആ രൂപം. അപ്പോൾ നമ്മൾ ആ കേട്ട വരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഉറപ്പുണ്ട്. ഭഗവാൻ എന്തായാലും വരാണ്ടിരിക്കില്ല, വരും എന്നുള്ളൊരു ഉറപ്പുണ്ട്. പക്ഷെ അത് ഏത് രൂപത്തിലാവും വരിക, ഇവൻ്റെ മുമ്പിലേക്ക് വരിക. കാരണം ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ ഭഗവാൻ വരുമെന്ന് ചിന്തിക്കാനുള്ള ഇന്നത്തെ അത്രയ്ക്കുള്ളതല്ല. കുറച്ചും കൂടി ഒരു അങ്ങനെ ഭഗവാൻ ഇല്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ ഇന്നൊക്കെ ആകുമ്പോൾ പറയും ഭഗവാനൊന്നും വരില്ല എന്ന് പറയും. അന്ന് അത് ഉറപ്പായിട്ടും ആൾക്കാർ. അപ്പം മനുഷ്യനാവരുത്, മൃഗമാവരുത്. അപ്പം മനുഷ്യനും മൃഗവും കൂടിയ ഒരവസ്ഥ. അപ്പം മനുഷ്യനിലെ ഏറ്റവും കരുത്തുള്ള ഭാവവും മൃഗത്തിലെ ആ സിംഹത്തിൻ്റെ ഭാവവും ഇതൊക്കെ ചിന്തിച്ച് അത്യത്ഭുതമായിട്ടൊരു രൂപം എല്ലാവരുടെ ഹൃദയത്തിലും ഹിരണ്യകശിപു പോലും ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റില്ല ആ ഒരു രൂപത്തിനെ. നമ്മുടെ മനസ്സിൽ ഏത് രൂപം വിചാരിക്കണം അതേ പറ്റുള്ളൂ. അങ്ങനെ ഒരു രൂപത്തിനെ എന്തായാലും വരും എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോലും എപ്പോഴെങ്കിലും തോന്നിയിട്ട് അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു രൂപത്തിൽ വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. പക്ഷേ ആ കൊച്ചു പ്രഹ്ലാദൻ 5 വയസ്സുള്ള കുട്ടിക്ക് മാത്രം ഈ രൂപം കണ്ടിട്ട് ഭയം ഉണ്ടായില്ല. സന്തോഷമായിട്ട് ചിരിച്ചു നിൽക്കുക. ആ ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ, ഹരി ഗോവിന്ദ ഗോവിന്ദ, ഹരിനാരായണ ഗോവിന്ദ. ചിരിച്ചു നിൽക്കണു. എന്തുകൊണ്ടാണ് ചിരിച്ചു നിൽക്കുന്നത്? ആ ഉണ്ണി കാണുന്നത് ആരെയാ? സാക്ഷാൽ ശ്രീഹരിയാണ് കാണുന്നത്. ആ ഹരിയുടെ രൂപം മാത്രമേ കാണുള്ളൂ. വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എവിടെ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നാരായണൻ ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ ഭയപ്പെടുന്ന ആളെയല്ല. അച്ഛൻ്റെ മനസ്സിലുള്ള രൂപമല്ല കുട്ടിയുടെ മനസ്സിലുണ്ടായത്. അതുകൊണ്ട് സാക്ഷാൽ ശ്രീമൻ നാരായണനെ കണ്ടാൽ ആർക്കാ ഭയം ഉണ്ടാവുക? അപ്പോൾ ഈ ഉണ്ണി കാണുന്നത് ആരെയാ? നാരായണനെ. മറ്റുള്ളവരൊക്കെ കാണുന്നത് ആരെയാ? പിന്നെ പറയും വലിയ അട്ടഹാസത്തോടു കൂടിയിട്ട് വന്ന് കാണണവർക്കൊക്കെ അങ്ങനെയാണ് തോന്നുക അല്ലേ. ഒരു അട്ടഹാസത്തോടു കൂടി വന്നതാ ആ ഹിരണ്യകശിപുവിന് മാറൊക്കെ വലിച്ച് കീറി പിളർന്ന് അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, നമ്മളൊരു യാത്ര പോവുകയായിരുന്നു, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഒരു സാധനം
നമ്മുടെ കയ്യിലുണ്ട്. എന്തോ ഒരു വസ്തു ആവട്ടെ, കുട്ടികളായാലും വലിയവരായാലും എന്തോ ഒരു വസ്തു ആവട്ടെ, നമ്മുടെ കയ്യിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എപ്പോഴും കൂടെ കൊണ്ടുകൊടുക്കും. ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു കുഞ്ഞു വിഗ്രഹം എന്ന് വിചാരിച്ചോളൂ, അപ്പോഴല്ല അതിൻ്റെ ഒരു ദൃഢത അറിയുള്ളൂ. ഈ വിഗ്രഹം എല്ലാ ദിക്കിലേക്ക് പോകുമ്പോഴും നമ്മൾ കൊണ്ട് നടക്കും. എവിടെയോ വെച്ചത് നഷ്ടപ്പെട്ടു, അത് എവിടെയോ വെച്ച് പോയി കാണാനില്ല. പിന്നെ അത് എവിടെയെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മളോട് ഒരാൾ പറയണം, ഇന്ന ദിക്കിൽ വെച്ചിട്ട് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, എനിക്കത് കിട്ടി, നിങ്ങളന്ന് കാണാനില്ല എന്ന് പറയുമ്പോൾ കുറേ കാലം അവിടെ അന്വേഷിച്ചതൊക്കെ അറിഞ്ഞ ഒരാൾക്ക് അത് കിട്ടി. ഇത് കാണാനില്ല എന്ന് പറഞ്ഞത് കിട്ടിയിട്ടോ, എനിക്ക് കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അതങ്ങോട്ട് അയച്ചു തരാം, കുറച്ച് ദൂരെ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടേക്കണേ, അയച്ചു തരാമെന്ന് പറഞ്ഞു. ശരി, അവരത് കേടാവാതിരിക്കാൻ കടലാസിലൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയിലൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് അയച്ചു തന്നു. നമുക്ക് അത് കിട്ടി. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അത് കിട്ടിയാൽ എങ്ങനെയാണ് അത് ചെയ്യുക? അത് എൻ്റെ ഉള്ളിൽ ആ കണ്ണനാണെന്ന് നമുക്കറിയാം. നമ്മളപ്പോൾ എന്താ ചെയ്യുക? പോയി കത്രികയോ കത്തിയോ എടുത്തുകൊണ്ടെന്ന് ഭംഗിയിൽ കീറി മുറിച്ച് അതെടുക്കാൻ നോക്കുമോ? അതോ നമ്മുടെ കണ്ണനെ കാണാനുള്ള കൊതി കൊണ്ട് നമ്മളതൊക്കെ വലിച്ച് പറിച്ച് ആദ്യം തന്നെ കണ്ണനെ എടുത്ത് നെഞ്ഞോട് ചേർക്കൂലേ? അങ്ങനെയല്ലേ നമ്മൾ നോക്കുക? അതുപോലെ തന്നെയാണ് ഭഗവാൻ തൻ്റെ ഭക്തനോടുള്ളൊരു പ്രിയം കൊണ്ടേ ആ ഉള്ളിൽ, ആ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവനെ തന്നോട് ചേർക്കാനുള്ള ഒരു കൊതി കൊണ്ടാണ് ആ നരസിംഹമൂർത്തി. നമ്മൾ കഥ കേൾക്കുമ്പോൾ നമ്മുടേതായ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചിന്തിച്ച് നോക്കൂ. ആ ഭഗവാൻ നമ്മളോട് അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടതായിട്ട് നമുക്കറിയാം. അങ്ങനെയാണ് ആ ഭഗവാൻ, ആ നരസിംഹമൂർത്തി വന്നിട്ടതാണ് ശരിക്കും ആ ജീവനെ തന്നോട് ചേർത്തത്. അത് ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, നമ്മൾ ഈ കഥ പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ വരാഹം ഭാഗമാണ് നമുക്ക് ഇന്നിവിടെ പറയാൻ വെച്ചത്. പക്ഷേ ഞാനത് അപ്പോഴേ അദ്ദേഹത്തിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് അങ്ങനെ ഭാഗവത കഥ പറയണ പോലെയൊന്നും എനിക്ക് പറയാനറിയില്ല. കാരണം ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാന്റെ കഥകളുള്ളിൽ. അപ്പോൾ എനിക്കങ്ങനെ ഒരു പഠിച്ച് നമ്മൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാനൊന്നും നിശ്ചയമില്ല. പണ്ടൊക്കെ കഥ പറയുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളപ്രവാഹം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതങ്ങോട്ട് തുറക്കുമ്പോൾ അത് പല വഴിക്ക് പോകണ പോലെ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ പറയുമ്പോൾ ഒന്നും മുഴുവനാവില്ല. അങ്ങനെയായിരുന്നു. ഇപ്പം എന്തോ ഭഗവാൻ പറഞ്ഞാവും കുറച്ചെങ്കിലും ഒരടക്കിച്ചിട്ടേ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നണേ, നിശ്ചയമില്ല. അപ്പം അങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യശിപും ഉണ്ടായത് എന്നുള്ള കഥകൾ ഓരോന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ഓരോ കഥ പറയുമ്പോഴും അതെങ്ങനെയാണ് അങ്ങനെ ഉണ്ടായേ, അതെങ്ങനെയാണ് അങ്ങനെ ഉണ്ടായേ എന്നുള്ളൊരു ചിന്തയും അത് ആകാംക്ഷ ഉണ്ടാവുമ്പോൾ കഥ പറയുന്നവരോട് നമ്മൾ ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് അവർ അത് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരിക. അങ്ങനെ ആ ഭാഗത്തിലൂടെ ആ വരാഹമൂർത്തിയായിട്ട് ഇരിക്കുന്ന ഭഗവാൻ നമ്മളെ എല്ലാവരെയും നമ്മളെയും അതുപോലെ ഉയർത്തട്ടെ. ആ യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ നമ്മളെയും ഉയർത്തണം. അതുപോലെ നമ്മളെ അങ്ങനെ ഉയർത്തണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മളും ഒരു യജ്ഞം ചെയ്യണം. അല്ലെ, യജ്ഞത്തിലൂടെയാണ് ഉയരാൻ പറ്റുക, അല്ലാണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്താ? ധാരാളം ധനമൊക്കെ ചെലവാക്കി ചെയ്യണതാ യജ്ഞം എന്നൊന്നുമില്ല. എന്നും ആ ഭഗവാന്റെ നാമം, ആ പ്രിയപ്പെട്ട നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ ഭാവത്തിലുണ്ടാവും. നാമം ജപിച്ചാൽ മതിയില്ലേ? ആ നാമം, പല നാമം ജപിക്കുന്നേക്കാളും ഭേദം ഒരേ ഒരു നാമം, ആ ഒരു നാമത്തിനെ നമുക്ക് ജപിക്കാനായിട്ട് സാധിക്കുക. ഒരേ നാമം തന്നെ ജപിച്ച് ആ നാമത്തിലൊരു ലയം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ആ അനുഭവങ്ങളൊക്കെ നമുക്കും അനുഭവങ്ങളായിട്ട് വരിക. പല അനുഭവങ്ങളിലൂടെയാണ്, ഓരോരോ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ എത്തിപ്പെടുക. പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു കഥ പറയാൻ ഒരു വേദിയിൽ ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടെ വന്നിരിക്കാനുള്ള യാതൊരു ഭഗവാന്റെ കാരുണ്യം എന്നല്ലാണ്ട് മറ്റൊന്നും ഇല്ല. അത് എടുത്തു പറയാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ പറഞ്ഞതേ, നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് എഴുതി തരുമെന്ന് പറഞ്ഞിട്ടൊരു കടലാസ് കൊണ്ടുവന്ന് തന്നു. ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞൊരു കടലാസ്, ഞാൻ എൻ്റെ പേര് മാത്രം പറയാൻ ഗുരുവായൂരപ്പൻ തന്നൊരു പേരാണ്. ആ പേര് പറയാൻ അപ്പുറത്ത് ഒരു യോഗ്യതകളും പറയാനില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ആ ഭഗവാന്റെ കാരുണ്യമാണ് എൻ്റെ ഏറ്റവും വലിയ യോഗ്യത.
എപ്പോഴൊക്കെയോ ഒരു ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ കൊതിച്ചിട്ടുണ്ട്. ഈശ്വര കഥകൾ ഇതുപോലെ പറയാൻ സാധിച്ചെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട്. ആ കൊതിയുടെ ഒരു തലത്തിൽ ആലോചിച്ചപ്പോഴാണ് ഭഗവാൻ ശരിക്കും ഈ ഒരു തലത്തിലൂടെ കൊണ്ടുവന്ന് കൃഷ്ണകഥകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഇത്രയെങ്കിലും ഓർമ്മ വച്ചിട്ട് ഈ ഒരു കഥ പറയാൻ സാധിച്ചതും അത് നമ്മളായിട്ടല്ല പറഞ്ഞ ഭഗവാനായിട്ടാണ്. കാരണം പേരുകൾ ധാരാളം പറഞ്ഞിരിക്കുക, അത് ഓർമ്മയെ നിൽക്കില്ല പേരുകൾ. കണ്ണൻ്റെ കഥ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. എല്ലാം ഏത് രീതിയിൽ വേണമെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത് അനുഭവമാക്കുക തന്നെ ചെയ്യും കൃഷ്ണൻ്റെ കഥകളെ. അപ്പോൾ നമുക്ക് അത് ഉറപ്പാണ്. ഇവിടെ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തിയ ആ ഭഗവാൻ അത്രയും കാരുണ്യമൂർത്തിയാണ്. അതിനൊക്കെ കാരണം നാമജപം തന്നെയാണ്. ഈ നാമജപം കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രമായിട്ടുള്ള നാമജപം, ചെറുപ്പത്തിലെ നാമം ജപിക്കാൻ അച്ഛനും അമ്മയും വീട്ടിലിങ്ങനെ നാമം ജപിച്ച് ഇരിക്കണത് കണ്ടതുകൊണ്ട് ആ നാമജപത്തോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അന്ന് പല നാമങ്ങൾ, ധാരാളം നാമങ്ങൾ ജപിക്കും. നമുക്ക് പല ആഗ്രഹങ്ങൾ വെച്ചിട്ട് നാമം ജപിക്കും, പല തരത്തിലുള്ള നാമങ്ങൾ ജപിക്കും. അപ്പം അങ്ങനെ ജപിച്ച് നാമം ജപിച്ചിട്ട് പിന്നെ ഒരു അവസരത്തിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് എനിക്ക് കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രമായിട്ടുള്ള ഹരേ രാമ മന്ത്രം ഉപദേശിച്ചു തന്നത് ഉറപ്പായിട്ടും. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇന്നൊക്കെ ഇവിടെ വന്നിരിക്കണത് എനിക്ക് കുറച്ച് കാലം മുമ്പ് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. എവിടെയും പറഞ്ഞേക്കില്ല, എന്നെ എവിടെയും അങ്ങനെ ഒറ്റയ്ക്കും പറഞ്ഞേക്കില്ല, എവിടെയും പോകാനൊന്നും പറ്റില്ല. അങ്ങനെ ഉള്ള അതാണ്. അടുത്തുള്ള അമ്പലത്തിൽ പോകാൻ തൊഴാൻ പോരാം, അത്രയല്ലാണ്ട് എവിടേക്കും പറഞ്ഞേക്കാറില്ല വീട്ടിൽ നിന്ന്. അത് വീട്ടുകാരുടെ കുഴപ്പമില്ല കേട്ടോ, എൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ആരെ കണ്ടാലും ഒരുപാട് ഇഷ്ടമുള്ളൂ. അവരോടൊക്കെ എല്ലാവരോടും അങ്ങനെ പെരുമാറുമ്പോൾ പറയാ ഈ ലോകത്തിൽ പല വിധത്തിലുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ഇങ്ങനെ വിചാരിച്ച് പോയാൽ താൻ വിചാരിക്കണ പോലെയൊന്നല്ല ഈ ലോകം എന്ന്. അപ്പം എന്നെ ഭയമായിരുന്നു. കാരണം ആരെ കണ്ടാലും അതുകൊണ്ടാണ്, അല്ലാണ്ട് അവർക്ക് എന്നോടുള്ള കെയർ കൊണ്ടാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞൊരു ഉത്തരം, എനിക്ക് ഭയമില്ലാത്തത് ഞാൻ എൻ്റെ കയ്യെ പിടിച്ച് നടത്തുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ ഗുരുവായൂരപ്പൻ്റെ കയ്യെ പിടിച്ച് നടക്കുകയല്ല, ഗുരുവായൂരപ്പൻ കൈമ പിടിച്ച് നടത്തേക്കുന്നു. ഒരടി മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഭഗവാൻ കൈ പിടിച്ചാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല എന്ന് ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരടി തെറ്റാണ്ട് എന്നെ കൊണ്ട് നടക്കുക ഗുരുവായൂരപ്പനാണെന്നുള്ള ഉറപ്പുണ്ട്. അത് മാത്രമാണ് പറഞ്ഞേ. അപ്പം ആദ്യമൊക്കെ അത് പറയുമ്പോൾ എന്നോട് പറയാനൊക്കെ പറ്റും, ഓരോന്ന് വരുമ്പോഴല്ലേ അറിയുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ അത് ബോധ്യമായിട്ടുണ്ടാവുമായിരിക്കും. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു ഏകാദശി കാലത്ത് ഭഗവാന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ നാമം ജപിക്കുന്നേക്കാളും എനിക്ക് കൂടുതൽ ഭഗവാനോട് വർത്തമാനം പറയലാണ്. ഞാൻ എപ്പോഴും ഭഗവാനോട് വർത്തമാനം പറയും. അപ്പോൾ കണ്ണൻ്റെ മുമ്പിൽ എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടേ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുള്ളൂ. നേരത്തെ 4 മണിക്കൊക്കെ എനിക്ക് അടുക്കളയിലത്തെ പൂജാമുറിയിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇത്തിരി വൈകിയാലും ഭഗവാന് പരിഭവമൊന്നുമില്ല, പിന്നെ സമാധാനമായിട്ട് ഇരിക്കാം. പക്ഷെ വീട്ടുകാർക്ക് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാതിരി വൈകിയാൽ പിന്നെ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നു. ഒരാൾക്ക് തന്നെയല്ല, നമുക്കും അതെ. അങ്ങോട്ടും ഇങ്ങോട്ടും 1ഉം 2ഉം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം അത് പറയാറുണ്ട്, ഇല്ലായൊന്നുമില്ല. എല്ലാം പോലെ തന്നെയാണ്. വീട്ടിലെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയലോ വഴക്ക് കൂടലൊക്കെ സാധാരണ തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നില്ലെങ്കിൽ പിണക്കം, വഴക്ക് ഇതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ ഒരു ദിവസം ഇതുപോലെ ഏകാദശിക്ക് ഭഗവാനോട് കണ്ണ ഇന്ന് എന്താ ചെയ്യേണ്ടത്? കണ്ണ ഞാൻ ഉപവാസം എടുക്കണോ അതോ ഏകാദശി നോയമ്പ് എടുത്താൽ മതിയോ? ഉപവാസം എന്ന് വെച്ചാൽ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇരിക്കുക, അതാണ് ഉപവാസം. നമ്മളങ്ങനെയല്ലേ കണക്കാക്കിയേക്കണേ? അതോ ഗോതമ്പ് കഞ്ഞി കഴിച്ചിട്ട് അങ്ങനെയാണോ വേണ്ടേ എന്ന് ചോദിച്ച വഴി അന്ന് എൻ്റെ മോൻ അവിടെ ഉള്ള സമയമായിരുന്നു. എനിക്കൊരു ഫോൺ വന്നു. അപ്പോൾ കുട്ടി വേഗം അതെടുത്തപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ് കണ്ടപ്പോൾ വേഗം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരിക്കലും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം, കാരണം എന്നെ അറിയാവുന്ന എന്നെ പറഞ്ഞേക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഇന്ന് ഇവിടെ
ഭാഗവതാചാര്യനായിട്ട് അവിടെ കോഴിക്കോട് ഒരു ഗണപതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവിടെ വച്ചിട്ട് അഖണ്ഡനാമജപാണ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ചോദിച്ചതിൻ്റെ അതേ ഉത്തരം. അപ്പം എന്നോട് ഗുരുവായൂരപ്പൻ പറഞ്ഞത് ഉപവാസം തന്നെയാണ് വേണ്ടത്. അത് ഉപവസിക്കാൻ ചില എൻ്റെ അടുത്തിരിക്കുക, എൻ്റെ അടുത്തിരുന്നാൽ മതി, എൻ്റെ അടുത്ത് നിന്ന് എങ്കിലും പോകണ്ട. ഗുരുവായൂരപ്പൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ പതിവില്ലാത്ത പോലെ മകൻ നിർബന്ധിച്ചിട്ട് അമ്മയ്ക്ക് നാമം ജപിക്കാൻ ഇഷ്ടമല്ലേ, അമ്മ പൊക്കോളൂ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആ ഏകാദശിക്ക് ഹരേ രാമനാമം അന്ന് അത് ശരിക്കും ഞാൻ ഗുരുവായൂരപ്പനാണ് എനിക്ക് ഗുരുനാഥനായിട്ട് ആ നാമം ഉപദേശിച്ച് തന്നതെന്നാണ് ആ ഭാവം. ഹരേ രാമനാമാണ് ജപിക്കാൻ പോയി. ആ നാമത്തിലൂടെ നാമം ജപിച്ച് കുറേ കാര്യങ്ങൾ ആദ്യമൊക്കെ നമ്മൾ മറ്റുള്ളവരെ തിരുത്താനും മറ്റുള്ളവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ നന്നാക്കാനൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ട എനിക്ക് ഒടുവിൽ മനസ്സിലായി അവരല്ല തെറ്റ്, ഞാനാ തെറ്റ്. എന്നെ ശരിയാക്കിയാൽ ബാക്കിയുള്ളവരൊക്കെ ശരിയാവും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനവനിലേക്ക് തന്നെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ കാണിച്ചു തന്നു. അത് നാമജപത്തിലൂടെ തന്നെയാണ്, നാമജപയജ്ഞം. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ വാക്കുകൾ എനിക്ക് അധികം പറയാനില്ലാത്തതുകൊണ്ട് ഈ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഭഗവാൻ ഇതാ അങ്ങനെ ഒരു പ്രേമപുഷ്പാഞ്ജലി ഭഗവാന്റെയും നിങ്ങളുടെയൊക്കെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഈ ശങ്കരനാരായണ ഭാവവും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. കാരണം മഹാദേവൻ എന്ന് വെച്ചാൽ പരമപ്രേമമാണ് മഹാദേവൻ. അപ്പം ശങ്കരനാരായണൻ എന്ന് വെച്ചാൽ ആ പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ. ആ മഹാദേവൻ തന്നെയാണ്. എപ്പോഴും വീട്ടിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെടുമ്പോൾ അച്ഛനൊക്കെ പറയാറുണ്ട്, പോയി ചെന്നിരുന്ന് കുറച്ച് നേരം ഓം നമഃശിവായ ജപിക്കാൻ പറയാറുണ്ട്. കാരണം മനസ്സിനെ ശാന്തമാക്കാൻ നമഃശിവായ ജപത്തേക്കാൾ വലിയ നാമജപം ഇല്ലാത്രേ. അപ്പം നമ്മുടെ മനസ്സ് അടങ്ങണില്ലെങ്കിൽ നമഃശിവായ ജപിച്ച് അടക്കിയ ശേഷമാണ്, അത് ആചാര്യൻ്റെ മുഖത്തുനിന്ന് കേട്ടതാണ്, അടക്കിയ ശേഷം ഹരേ രാമ നാമം ജപിച്ചാൽ നമുക്കത് അനുഭവമായിട്ട് തീരും എന്നെല്ലാം പറഞ്ഞു. ഇതൊക്കെ ആചാര്യന്മാരുടെ അടുത്തുനിന്ന് പകർന്നു കിട്ടിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കും ആ നാമജപ യജ്ഞം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ യജ്ഞവേദിയിലിരുന്ന് കുറച്ച് സമയം ആ കലിസന്തരണ ഉപനിഷത്ത് മന്ത്രമായിട്ടുള്ള ഹരേ രാമനാമം ജപിക്കാം. ഹരേ രാമനാമം എന്ന് പറഞ്ഞാൽ അത് പറയും ഭഗവാന്റെ 16 നാമങ്ങളാണ് എന്ന് പറയും. അത് 16 നാമത്തിലെ 8 നാമങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെയും. നമ്മൾ രാമൻ എന്ന് പറയുമ്പോൾ ശ്രീരാമസ്വാമി ആവാം അല്ലെങ്കിൽ ബലരാമസ്വാമി ആവാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ മഹാത്മാക്കൾ പറഞ്ഞതിൻ്റെ 8 നാമങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെയും 8 നാമങ്ങൾ രാധാറാണിയുടെയാണെന്നാണ് പറയാം. ഹരേ എന്നുള്ളത് രാധ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കണ പോലെ കേവലം ഒരു ഗോപികയല്ല രാധ. എപ്പോഴാണോ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന, അതായത് ഈ പ്രപഞ്ചം ഉണ്ടാവണേക്കാൾ മുമ്പും ഇല്ലാണ്ടായതിനു ശേഷം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തിന് ഒരു രൂപം എടുക്കണം എന്ന് ആഗ്രഹം തോന്നിയത്, ആ ബ്രഹ്മം കൈക്കൊണ്ട രൂപമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. ആ ബ്രഹ്മത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരമപ്രേമം കൈക്കൊണ്ട രൂപമാണ് ശ്രീരാധാറാണി. അത് ഗോലോകം എന്ന് വെച്ചാൽ ആ ഗോലോകം എന്ന് പറയുമ്പോൾ ആ മനസ്സ്, ഗോ എന്ന് വെച്ചാൽ മനസ്സ് തന്നെയാണ്. എല്ലാവരും ആ മനസ്സിൽ തന്നെയാണ് ഗോലോകത്ത്, നിത്യസത്യമായിട്ടുള്ള ഗോലോകത്തിലാണ് രാധാകൃഷ്ണന്മാർ വസിക്കുന്നത്. ആ രാധാകൃഷ്ണന്മാര് അതിലെ രാധ പരമമായ പ്രേമമാണ്. അപ്പം രാധയുടെ ഹരേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നതായിട്ടുള്ള രാധയാണ് ഹരേ എന്നുള്ള വാക്കുകൊണ്ട് ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുക. ആ പരമമായ പ്രേമം. രാമ എന്ന് പറയുന്ന വാക്കെടുക്കുമ്പോൾ രമിപ്പിക്കുന്നവൻ രാമൻ, ആ രമിക്കുന്നവൻ രാമൻ. രാമൻ എന്നുള്ള ഭാവം, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. എവിടെയാണ് ആരെയാണ് രമിപ്പിക്കുന്നത്? നമ്മളെയൊക്കെ ഭഗവാൻ എന്താ രമിപ്പിക്കുന്നു? ഭഗവാൻ പിന്നെ എവിടെയാണ് രമിക്കണത് എന്ന് വെച്ചാൽ പ്രേമത്തിൽ, ഭക്തന്മാരുടെ പ്രേമത്തിൽ മാത്രമേ ഭഗവാൻ രമിക്കണുള്ളൂ. ആത്മാരാമനാണ് ഭഗവാൻ. ആ പ്രേമം എന്ന് വെച്ചാൽ രാധ തന്നെയാണ്. അതുപോലെ നമ്മളെയൊക്കെ ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. പിന്നെ നമ്മളിലേക്ക് ഭഗവാൻ ആകർഷിക്കപ്പെടും എപ്പോഴാണ്?
നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മളേക്ക് ഭഗവാൻ ഒരു ആകർഷണമുണ്ട്. അതുകൊണ്ടല്ലേ പറയണത്, എന്നെ വൈകുണ്ഠത്തിൽ നോക്കിയാലോ യോഗികളുടെ അടുത്ത് നോക്കിയാലോ ഒന്നും കാണില്ല. എവിടെയാണ്? മൽഭക്തോ എത്ര ഗായത്രി തത്ര തിഷ്ഠാമി നാരദ. എവിടെയാണോ എൻ്റെ ഭക്തന്മാര് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ഉറക്കെ ആ പ്രേമഭാവത്തോടു കൂടിയിട്ട് നാമം ജപിക്കുന്നത്, അവരുടെ അടുത്ത് ഞാനുണ്ട് എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം അങ്ങനെയുള്ള ആ കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം കുറച്ച് ജപിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആരുടെ അക്ഷങ്ങൾ കേൾക്കാനില്ല, എനിക്ക് ചെവിയാക്കാണ്ടാണോ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇത്രയും ദൂരെ നിന്ന് നിങ്ങളെയൊക്കെ കാണാനും ഭഗവാന്റെ കഥ പറയാനായിട്ടല്ലേ വന്നേ. അപ്പം എനിക്ക് സന്തോഷത്തിനെന്ന് വിചാരിച്ചാൽ മതി. എല്ലാവരും നാമം ജപിക്കല്ലേ. ഇവിടെ ഒന്നും ആലോചിക്കേണ്ട, അവിടെ ഇരിക്കേണ്ട. അമ്പലത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കണത്. നമ്മളൊക്കെ കണ്ണടച്ചിരിക്കുക. ആർക്കെങ്കിലും നാമം ജപിക്കാൻ നാണക്കേട് തോന്നുകയാണെങ്കിൽ കണ്ണടച്ചെന്നിട്ടിരുന്നാൽ മതി. എന്നിട്ട് എന്തായാലും എല്ലാവരും ഈ നാമം നമുക്ക് ഒരുമിച്ച് ഉറക്കെ ചെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ് പറയണത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, എന്നാൽ അവർ പറഞ്ഞത് കേൾക്കാണ്ട് എങ്ങനെയാണെന്നെങ്കിലും വിചാരിച്ചിട്ട് എല്ലാവരും ഉറക്കെ ചെല്ലണം. ഉറക്കെ നാമം ജപിക്കണേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി, എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞാൽ കേൾക്കണവരാണെന്ന് തോന്നിയപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ തോന്നുന്നുണ്ട്. ഈ സപ്താഹം ഇവിടെ കഴിയുന്ന ദിവസം, എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ. നിങ്ങളിപ്പോൾ എല്ലാവർക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. എന്നാലും ഉച്ച നേരത്തെ എന്തായാലും പ്രസാദോട്ടിനെത്തണവരാണ് എല്ലാവരും ആരും ജപിക്കണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട. ഞാനിവിടെ വന്നാൽ ഒരു 8 എന്നൊരു കണക്കെടുക്കാം. 16 എന്നാണ് പറയാൻ തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണം വെച്ചിട്ട് 8 പ്രാവശ്യം ഹരേ രാമനാമം ഇവിടെ, അത് എൻ്റെ വക ഭഗവാന് സമർപ്പണം. ഭഗവാൻ
ആ യജ്ഞത്തിൽ നാമനാണല്ലോ ഭഗവാൻ ഏറ്റവും സമർപ്പിക്കേണ്ടത്. ഓരോരുത്തരും വിചാരിക്കുക ഞാനിവിടെ വന്ന് 8 തവണ ഹരേ രാമനാമം ജപിച്ചിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് നമസ്കരിച്ച് പോകുള്ളൂ. ഈ സപ്താഹം കഴിയണവരെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ വന്നിട്ട് എപ്പോഴാണോ ഞങ്ങൾ വരണേ അപ്പോൾ ഇവിടെ ഇരുന്ന് നാമം ജപിക്കണം. ആ നാമം ജപിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ അനുഭവമാവും. ഉറപ്പാണ് അനുഭവമാവുന്നത്. അനുഭവമായി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ അടുത്തേക്ക്. ഉറപ്പാണ് വരും. കാരണം നിങ്ങൾ ജപിച്ചാൽ അനുഭവമാവും. അപ്പോൾ ഞാൻ വന്നില്ല വെച്ചാൽ നിങ്ങൾ ജപിച്ചില്ല എന്നുള്ളതാണ് ഉറപ്പ്. അപ്പോൾ ആ അനുഭവമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെല്ലാം ശങ്കരനാരായണ സ്വാമിയുടെയും ആചാര്യന്മാരുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപു കർണയോഗർണികാരം. വിഭ്രദ്വാസക്കനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശങ്കരനാരായണ സ്വാമിയേ ശരണം. ഈ പറയണത് എല്ലാവരും ഉറക്കെ ഏച്ചു ചൊല്ലണേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ ജയ ശ്രീരാധേശ്യ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ